ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് പ്ലൂറാലിറ്റി ഓഫ് കൾച്ചേഴ്സ്. അതിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്, മിഡീവൽ സിന്തസിസ്. അതായത് ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഭക്തി ട്രഡീഷനെ കുറിച്ചാണ്, ഭക്തി പാരമ്പര്യങ്ങളെക്കുറിച്ചാണ്. ഒരു മതപരമായ സങ്കല്പം എന്ന നിലയിൽ ഭക്തി എന്നാൽ മോക്ഷം നേടുന്നതിനായി വ്യക്തിപരമായി സങ്കല്പിച്ച പരമോന്നത ദൈവത്തിന് ഭക്തിയോടെ കീഴടങ്ങുക എന്നതാണ്. ഒരു മതപരമായ സങ്കല്പം എന്ന നിലയിൽ ഭക്തി എന്നാൽ എന്താണ്? മോക്ഷം നേടുന്നതിനായി വ്യക്തിപരമായി സങ്കല്പിച്ച പരമോന്നത ദൈവത്തിന് ഭക്തിയോടെ കീഴടങ്ങുക എന്നതാണ്. ഈ സിദ്ധാന്തത്തിൻ്റെ ഉത്ഭവം പുരാതന ഇന്ത്യയിലെ ബ്രാഹ്മണ ബുദ്ധ പാരമ്പര്യങ്ങളിലേക്കും ഗീത പോലുള്ള വിവിധ ഗ്രന്ഥങ്ങളിലേക്കും എത്തുന്നുണ്ട്. എന്നാൽ 7ാം നൂറ്റാണ്ടിനും 10ാം നൂറ്റാണ്ടിനും ഇടയിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഭക്തി കേവലമായ ഒരു മതസിദ്ധാന്തത്തിൽ നിന്ന് മതസമത്വത്തിലും വിശാലമായ ഒരു സാമൂഹിക പങ്കാളിത്തത്തിലേക്കും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് വളരാൻ തുടങ്ങി. ഇപ്പോൾ 7ാം നൂറ്റാണ്ടിനും 10ാം നൂറ്റാണ്ടിനും ഇടയിൽ ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം ഒരു മതസിദ്ധാന്തം എന്നതിനപ്പുറത്തേക്ക് മതസമത്വത്തിലേക്കും വിശാലമായ സാമൂഹികമായ പങ്കാളിത്തത്തിലേക്കും വളരാൻ തുടങ്ങി. അതിനുശേഷം അത് ക്ഷയിക്കാൻ തുടങ്ങി. എന്നാൽ 11ാം നൂറ്റാണ്ടിൽ രാമാനുജത്തിൽ തുടങ്ങി അലഞ്ഞു തിരിയുന്ന പണ്ഡിതന്മാരുടെയോ ആചാര്യന്മാരുടെയോ ഒരു പരമ്പരയാണ് ഇത്. ഒരു ദാർശനികവും പ്രത്യയശാസ്ത്രപരവുമായുള്ള പ്രസ്ഥാനമായിട്ട് ഇത് വളരാൻ തുടങ്ങി. 13ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപനം ഭക്തി സങ്കല്പത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൈവിധ്യമാർന്നതും വ്യാപകവുമായിട്ടുള്ള നിരവധി സാമൂഹിക മതസ്ഥാപനങ്ങളുടെ വലിയ പൊട്ടിത്തെറിക്ക് സാക്ഷ്യം വഹിച്ചു. 13ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപനം ഭക്തി സങ്കല്പങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൈവിധ്യമാർന്നതും വ്യാപകവുമായിട്ടുള്ള നിരവധി സാമൂഹിക മതസ്ഥാപനങ്ങളുടെ മതപ്രസ്ഥാനങ്ങളുടെ നാശങ്ങളിലേക്ക് എത്തിച്ചു. ഈ പ്രസ്ഥാനങ്ങളെ പഴയ ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയോ പുനരുജ്ജീവനമോ ആയിട്ടാണ് കാണുന്നത്. എന്നാൽ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ വളർന്നു വന്ന പിൽക്കാല പ്രസ്ഥാനങ്ങളിൽ ഓരോന്നിനും അതിൻ്റേതായ ഒരു ചരിത്ര സന്ദർഭവും അതിൻ്റേതായ സവിശേഷതകളുണ്ടായിരുന്നു. അതിലുപരിയായിട്ട് കബീറുമായും മറ്റും താഴ്ന്ന ജാതി സന്യാസിമാരുമായും ബന്ധപ്പെട്ടിരിക്കുന്ന അനുരൂപമല്ലാത്തൊരു ഏകദൈവ പ്രസ്ഥാനത്തിലേക്ക് ഇത് വളരാൻ തുടങ്ങി. അതിൻ്റെ സാമൂഹിക വേരുകൾ പ്രത്യയശാസ്ത്രം, നേതൃത്വത്തിൻ്റെ സാമൂഹിക ഘടന, ഭക്തിയും ദൈവവും എന്ന ആശയം പോലും അതിനെ ദക്ഷിണേന്ത്യയിലെ പഴയ ഭക്തി പ്രസ്ഥാനത്തിൽ നിന്നും പിന്നീടുള്ള ഭക്തി പ്രസ്ഥാനത്തിൽ നിന്നും അടിസ്ഥാനപരമായി വേറിട്ട് നിർത്തി. വിവിധ ഭക്തി പ്രസ്ഥാനങ്ങൾക്കിടയിലുള്ള ഈ വിശാലവും ചില സമയങ്ങളിൽ അടിസ്ഥാനപരവുമായ വ്യത്യാസങ്ങളും കണക്കിലെടുക്കുമ്പോൾ അവ ഓരോന്നിൻ്റെയും സവിശേഷതകൾ വ്യക്തമായി പുറത്തു കൊണ്ടുവരുന്നതിനും അവയ്ക്കിടയിലുള്ള ഏകത്വത്തിൻ്റെയും നാനാത്വത്തിൻ്റെയും ഘടകങ്ങൾ കണ്ടെത്തുന്നതിനും അവ വ്യക്തിഗതമായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ച. ദക്ഷിണേന്ത്യയിലെ ശൈവ നായനാർ സന്യാസിമാരും വൈഷ്ണവ ആൾവാർ സന്യാസിമാരും 7ാം നൂറ്റാണ്ടിനും 10ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ജാതി ലിംഗ വ്യത്യാസമില്ലാതെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഭക്തിയുടെ സിദ്ധാന്തം പ്രചരിപ്പിച്ചു. ഈ വിശുദ്ധരിൽ ചിലർ താഴ്ന്ന ജാതികളിൽ നിന്നുള്ളവരും ചിലർ സ്ത്രീകളുമാണ്. വിശുദ്ധ കവികൾ തീവ്രമായ വൈകാരികമായ രീതിയിൽ ഭക്തി പ്രസംഗിക്കുകയും മതസമത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവർ ആചാരാനുഷ്ഠാനങ്ങൾ ഒഴിവാക്കി പാടിക്കൊണ്ട് നിരവധി തവണ, അതായത് വിവിധ ഭക്തി സൂചകമായിട്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് അവർ വിവിധ പ്രദേശങ്ങൾ ചുറ്റി നടന്നു. ദക്ഷിണേന്ത്യയിലെ ശൈവ നായനാർ സന്യാസിമാരും വൈഷ്ണവ ആൾവാർ സന്യാസിമാരും ആൾവാർമാരും നായനാർമാരും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും രചിക്കുകയും ചെയ്തിരുന്നു. ഇതിനുവേണ്ടി അവർ സംസ്കൃത ഭാഷ ആയിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്, തമിഴായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ. ഈ സവിശേഷതകളെല്ലാം പ്രസ്ഥാനത്തിന് ഒരു ജനകീയ സ്വഭാവം നൽകിയിട്ടുണ്ടായിരുന്നു. ഭക്തി പ്രസ്ഥാനം ആദ്യമായിട്ടൊരു ജനകീയ അടിത്തറ നേടിയത് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലത്താണ്. അക്കാലത്ത് ദക്ഷിണേന്ത്യൻ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ പ്രത്യേക പദവി ആസ്വദിച്ചിരുന്ന ബുദ്ധമതക്കാരെയും ജൈനമതക്കാരെയും ദക്ഷിണേന്ത്യൻ സന്യാസിമാർ വിമർശിച്ചു. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും നിരവധി അനുയായികളെ അവർ നേടിയെടുത്തു. അവ രണ്ടും ഇപ്പോൾ കർക്കശവും ഔപചാരികവുമായ മതങ്ങളായിട്ട് മാറി.
അതേസമയം ജാതി ലിംഗ വിവേചനമില്ലാതെ എല്ലാവർക്കും ഭക്തി പ്രാപ്യമാക്കിക്കൊണ്ട് ഈ കവി സന്യാസിമാര് യാഥാസ്ഥിക ബ്രാഹ്മണരുടെ അധികാരത്തെ ചെറുക്കാൻ തുടങ്ങി. എന്നാൽ ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിനും ധാരാളം പരിമിതികളുണ്ടായിരുന്നു. അത് ഒരിക്കലും ബ്രാഹ്മണ്യത്തെയോ സാമൂഹിക തലങ്ങളിലെ വർണ്ണജാതി വ്യവസ്ഥകളെയോ ബോധപൂർവം എതിർത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ജാതി വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുകയും താഴ്ന്ന ജാതികൾ വിവിധ സാമൂഹിക വൈകല്യങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിഗ്രഹാരാധന, വേദമന്ത്രങ്ങൾ ഉരുവിടൽ, പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനം തുടങ്ങി ബ്രാഹ്മണ ആചാരങ്ങൾ ഇല്ലാതായില്ല. എന്നാൽ ഭക്തിക്ക് ശ്രേഷ്ഠമായ ആരാധനാരീതി എന്ന നിലയിൽ ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണരല്ല ബുദ്ധമതക്കാരും ജൈനമതക്കാരുമായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യം. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ബ്രാഹ്മണ ആധിപത്യം പുലർത്തിയ ക്ഷേത്രങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിച്ചതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അതായത് ബ്രാഹ്മണരെ മാറ്റുക എന്നതായിരുന്നില്ല ഇതിൻ്റെ ലക്ഷ്യം, മറിച്ച് ജൈന ബുദ്ധ മതക്കാരിൽ നിന്നും അനുയായികളെ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ജാതി വ്യവസ്ഥയുടെ പ്രത്യയശാസ്ത്രപരവും സാമൂഹികവുമായ അടിത്തറയെ ദക്ഷിണേന്ത്യൻ സന്യാസിമാര് ചോദ്യം ചെയ്തു. ദക്ഷിണേന്ത്യയുടെ ഭക്തി പ്രസ്ഥാനം ദീർഘകാലാടിസ്ഥാനത്തിൽ അതിനെ ദുർബലപ്പെടുത്തിയതിനു പകരം അത് ശക്തിപ്പെടുത്താൻ തുടങ്ങി. ദക്ഷിണേന്ത്യയുടെ ഭക്തി പ്രസ്ഥാനം പിന്നീട് ശക്തമാകാൻ തുടങ്ങി. അത് ക്രമേണ പരമ്പരാഗത ബ്രാഹ്മണ മതത്തിലേക്ക് തന്നെ ലയിക്കാൻ തുടങ്ങി. എന്നാൽ ഈ പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം അതിൻ്റെ പ്രതാപകാലത്ത് മതസമത്വത്തിൻ്റെ ലക്ഷ്യം ഉയർത്തി നിൽക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ബ്രാഹ്മണർക്ക് അത് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. അതായത് മതസമത്വം എന്ന ഈ ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആശയം അംഗീകരിക്കാൻ ബ്രാഹ്മണർ നിർബന്ധിതരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. താഴ്ന്ന ജാതിക്ക് പ്രസംഗിക്കാനുള്ള അവകാശം, ഒരു ആരാധന രീതി എന്ന നിലയിൽ ഭക്തിയിലേക്ക് പ്രവേശനം, വേദങ്ങളിൽ പോലും പ്രവേശനം, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ജനപ്രീതി ക്ഷയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഷ്ണവ ബ്രാഹ്മണ പണ്ഡിതന്മാരുടെ ആചാര്യന്മാർ ഭക്തി സിദ്ധാന്തത്തെ ദാർശനിക തലത്തിൽ പ്രതിരോധിച്ചു. 11ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രാമാനുജൻ അവരിൽ ഒന്നാമനായിരുന്നു. അദ്ദേഹം ഭക്തിക്ക് ദാർശനിക ന്യായീകരണം നൽകി. യാഥാസ്ഥിക ബ്രാഹ്മണ്യവും എല്ലാവർക്കുമായി തുറന്നിരിക്കുന്ന ജനകീയ ഭക്തിയും തമ്മിൽ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. താഴ്ന്ന ജാതിക്കാർക്ക് വേദങ്ങളിൽ പ്രവേശനമുണ്ടെന്ന ആശയത്തെ അദ്ദേഹം പിന്തുണച്ചില്ലെങ്കിലും ശൂദ്രർക്കും പുറന്തള്ളപ്പെട്ടവർക്കും ഉൾപ്പെടെ എല്ലാവർക്കും പ്രാപ്യമായ ഒരു ആരാധനാ രീതിക്കായിട്ട് അദ്ദേഹം ഭക്തിയെ വാദിച്ചു തുടങ്ങി. ഭക്തി പ്രചരിപ്പിച്ചപ്പോൾ അദ്ദേഹം ജാതി വേർതിരിവുകൾ പാലിച്ചില്ല. തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാൻ പോലും അദ്ദേഹം ശ്രമിച്ചു. തെലുങ്ക് ബ്രാഹ്മണനായിട്ടുള്ള നിംബർക്ക രാമാനുജന്റെ സമകാലനാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ മധുരയ്ക്കടുത്തുള്ള വൃന്ദാവനത്തിലാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. കൃഷ്ണനോടും രാധയോടുമുള്ള സമ്പൂർണ്ണ ഭക്തിയിൽ അദ്ദേഹം വിശ്വസിച്ചു. 13ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാധവനായിരുന്നു മറ്റൊരു തെക്കൻ ഇന്ത്യൻ വൈഷ്ണവ ഭക്തി തത്വചിന്തകന്. രാമാനുജനെ പോലെ ശൂദ്രരുടെ വേദപഠനത്തിന്റെ യാഥാസ്ഥിക ബ്രാഹ്മണ നിയന്ത്രണത്തെ അദ്ദേഹം തർക്കിച്ചില്ല. ഭക്തി ശൂദ്രർക്ക് ആരാധനയുടെ ബദൽ മാർഗം പ്രദാനം ചെയ്തുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ ദാർശനിക വ്യവസ്ഥ ഭഗവത് പുരാണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഉത്തരേന്ത്യയിലും അദ്ദേഹം പര്യടനം നടത്തിയതായിട്ട് കരുതപ്പെടുന്നുണ്ട്. അവസാനത്തെ 2 പ്രമുഖ വൈഷ്ണവ ആചാര്യന്മാർ രാമാനന്ദയും, അതായത് 14ാം നൂറ്റാണ്ടിന്റെ അവസാനം ജീവിച്ചിരുന്ന രാമാനന്ദയും വല്ലഭനുമായിരുന്നു. നോർത്ത് ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് നോക്കാം. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ, അതായത് 13-15 നൂറ്റാണ്ടുകളിൽ വടക്കും കിഴക്കും ഉത്തരേന്ത്യയിലും മഹാരാഷ്ട്രയിലും നിരവധി ജനകീയ സാമൂഹിക മതപ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. ഭക്തിക്കും മതസമത്വത്തിനും ഊന്നൽ നൽകിയത് ഈ പ്രസ്ഥാനങ്ങളുടെ 2 പൊതു സവിശേഷതകളായിരുന്നു. ഇവ രണ്ടും ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ കൂടിയായിരുന്നു. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ മിക്കവാറും എല്ലാ ഭക്തി പ്രസ്ഥാനങ്ങളും ഒരു ദക്ഷിണേന്ത്യൻ വൈഷ്ണവ ആചാര്യനോടോ മറ്റേതെങ്കിലും വ്യക്തിയോടോ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. കാരണം സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഭക്തി പ്രസ്ഥാനങ്ങൾ പഴയ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയോ പുനർജീവനമോ ആണെന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നുണ്ട്. സമ്പർക്കം മൂലമോ വ്യാപനം മൂലമോ ഇവ രണ്ടും തമ്മിൽ ദാർശനികവും പ്രത്യയശാസ്ത്രപരവുമായ ബന്ധങ്ങൾ നിലനിൽക്കുന്നു എന്ന് അവർ വാദിക്കുന്നുണ്ട്. അങ്ങനെ കബീർ ഉത്തരേന്ത്യയിലെ നോൺ കൺഫോമിസ്റ്റ് ഏകദൈവ പ്രസ്ഥാനങ്ങളുടെ മറ്റു നേതാക്കളും രാമാനന്ദയുടെ ശിഷ്യന്മാരായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അവർ രാമാനുജന്റെ ദാർശനിക ക്രമവുമായിട്ട്
ബന്ധപ്പെട്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ബംഗാളിലെ വൈഷ്ണവ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള ചൈതന്യ മാധവന്റെ ദാർശനിക വിദ്യാലയത്തിൽപ്പെട്ടയാളാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. കൃഷ്ണഭക്തിയിൽ ഊന്നൽ നൽകിയതുകൊണ്ട് ഈ പ്രസ്ഥാനവും നിംബർക്കയുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ പഴയ ഭക്തി പാരമ്പര്യവും സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടത്തിൽ തഴച്ചു വളർന്ന വിവിധ ഭക്തി പ്രസ്ഥാനങ്ങളും തമ്മിൽ സമാനതകളുണ്ട്. കബീർ, നാനാക്ക്, മറ്റു താഴ്ന്ന ജാതി സന്യാസിമാർ എന്നിവരുടെ ജനകീയ ഏകദൈവ പ്രസ്ഥാനങ്ങളെ നാം ഒഴിവാക്കുകയാണെങ്കിൽ രണ്ട് കൂട്ടം പ്രസ്ഥാനങ്ങൾക്കും കൂടുതൽ പൊതുവായ സവിശേഷതകളുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തെ പോലെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെയും മഹാരാഷ്ട്രയിലെയും വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങൾ മതമേഖലയിൽ സമത്വമാണെങ്കിലും ജാതി വ്യവസ്ഥയും ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുടെ ആധികാരികതയും അധികാരത്തെയും ബ്രാഹ്മണ പദവികളെയും അവർ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ദക്ഷിണേന്ത്യൻ ഭക്തി പോലെ പിന്നീടുള്ള കാലഘട്ടത്തിലെ മിക്ക വൈഷ്ണവ പ്രസ്ഥാനങ്ങളും ആത്യന്തികമായിട്ട് ബ്രാഹ്മണ മതത്തിലേക്ക് ലയിച്ചു. എന്നിരുന്നാലും പരസ്പര പ്രവർത്തനങ്ങളിൽ പല മാറ്റങ്ങളും സംഭവിക്കാൻ തുടങ്ങി. സമാനതകൾ എവിടെ അവസാനിക്കുന്നു? അതായത് വിവിധ ഭക്തി പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള സമാനതകൾ ഇവിടെ അവസാനിക്കാൻ തുടങ്ങി. ഭക്തിക്കും മതസമത്വത്തിനും ഊന്നൽ നൽകുന്ന പ്രസ്ഥാനത്തിൻ്റെ വിശാലമായ സിദ്ധാന്തപരമായിട്ടുള്ള അർത്ഥത്തിലല്ലാതെ ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനങ്ങൾ പഴയ ദക്ഷിണേന്ത്യൻ ഭക്തി പാരമ്പര്യത്തിൽ നിന്ന് മാത്രമല്ല അവയ്ക്കിടയിൽ നിന്നും പല കാര്യങ്ങളിലും വ്യത്യസ്തമായിരുന്നു. അതായത് പിന്നീട് മതസമത്വത്തിൽ അധിഷ്ഠിതമായ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് മാറാൻ തുടങ്ങി. അവയിൽ ഓരോന്നിനും അതിൻ്റേതായ പ്രാദേശിക സ്വത്വവും സാമൂഹിക ചരിത്ര സാംസ്കാരിക സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ജനകീയമായ ഏകദൈവ ഭക്തി അടിസ്ഥാനമാക്കിയുള്ള അനുരൂപമല്ലാത്ത പ്രസ്ഥാനങ്ങളിൽ വിവിധ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടായിരുന്നു. കബീറിൻ്റെ ഭക്തി സങ്കല്പം വിവിധ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. ചൈതന്യ അല്ലെങ്കിൽ മീരാബായി തുടങ്ങിയ മധ്യകാല വൈഷ്ണവ സന്യാസിമാരുടേതുപോലുള്ള വൈഷ്ണവ പ്രസ്ഥാനത്തിനുള്ളിൽ മഹാരാഷ്ട്ര ഭക്തിയുടെ ചരിത്രപരമായിട്ടുള്ള സന്ദർഭം ബംഗാളിലെ വൈഷ്ണവ ഭക്തിയുടെ അല്ലെങ്കിൽ വല്ലഭയുടെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ചൈതന്യ അല്ലെങ്കിൽ മീരാബായി തുടങ്ങിയ മധ്യകാല വൈഷ്ണവ സന്യാസിമാരുടേതുപോലുള്ള വൈഷ്ണവ പ്രസ്ഥാനത്തിനുള്ളിൽ ഭക്തിയുടെ മേഖലയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി. സൂർദാസും തുളസിദാസും മഹാരാഷ്ട്ര ഭക്തിയുടെ ചരിത്രപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി കഠിനമായി പരിശ്രമിച്ചവരായിരുന്നു. പിന്നീടുള്ള കാലഘട്ടത്തിൽ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനം വിവിധ വിഭാഗങ്ങളായിട്ട് മാറിയപ്പോൾ അവയ്ക്കിടയിൽ പതിവായി തർക്കങ്ങൾ ഉണ്ടാകുകയും അത് ചിലപ്പോൾ അക്രമാസക്തമായിട്ട് മാറുകയും ചെയ്തു. 14-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള എല്ലാ ഭക്തി പ്രസ്ഥാനങ്ങളിലും കബീർ, നാനാക്ക്, രവിദാസ്, മറ്റ് താഴ്ന്ന ജാതി സന്യാസിമാർ എന്നിവരുടെ ജനകീയ ഏകദൈവ പ്രസ്ഥാനങ്ങൾ അടിസ്ഥാനപരമായിട്ട് വ്യത്യസ്തമാണ്. രണ്ട് പ്രസ്ഥാനങ്ങളും ഒരേ സമയം ഉത്തരേന്ത്യയിൽ ഉടലെടുത്തു. അതായത് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിതമായതിനു ശേഷമുള്ള നൂറ്റാണ്ടുകളിലും രാജ്യത്തിൻ്റെ ആ ഭാഗത്ത് ഇസ്ലാമിൻ്റെ ആവിർഭാവം ഉണ്ടാകാൻ തുടങ്ങി. ഈ കാരണം കൊണ്ട് ഹിന്ദു മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ സ്വാധീനം പോലുള്ള ചില പൊതു കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള അതായത് ഇസ്ലാമിൻ്റെ സ്വാധീനം കൊണ്ട് രണ്ട് പ്രസ്ഥാനങ്ങളുടെയും ഉയർച്ചയ്ക്ക് പലപ്പോഴും കാരണമായിട്ടുണ്ട്. എന്നിരുന്നാലും രണ്ട് ചലനങ്ങളുടെയും കാരണങ്ങളും ഉറവിടങ്ങളും അവയിൽ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒരു പ്രസ്ഥാനത്തെ വിശദീകരിക്കുന്ന ഒരു കാരണം മറ്റൊന്നിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ജനകീയമായ ഏകദൈവ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. അത് അതിൻ്റെ ഉന്നതിയിലെത്തി. വൈഷ്ണവ പ്രസ്ഥാനങ്ങൾ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ആരംഭിച്ചെങ്കിലും മുഗൾ കാലഘട്ടത്തിൽ അത് അതിൻ്റെ പാരമ്യത്തിലെത്തുകയാണ് ചെയ്തത്. ഇനി വരുന്നത് റീസൺ ഫോർ ദ എമർജൻസ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. 14 മുതൽ 17 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഉത്തരേന്ത്യയിലെ ധാരാളം ആളുകളെ സ്വാധീനിച്ച ഭക്തി പ്രസ്ഥാനം രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും മതപരവുമായ നിരവധി ഘടകങ്ങൾ കൊണ്ട് ഉയർന്നു വന്നു. എന്തൊക്കെയാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ചയ്ക്കുണ്ടായ രാഷ്ട്രീയ ഘടകങ്ങളെന്ന് നോക്കാം. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഫോർ ദ റൈസ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. തുർക്കി അധിനിവേശത്തിന് മുമ്പ് ഉത്തരേന്ത്യയിലെ ജനകീയ ഭക്തി പ്രസ്ഥാനത്തിന് വേരൂന്നാൻ കഴിഞ്ഞില്ല. കാരണം
സാമൂഹിക മത ചുറ്റുപാടിൽ രജപുത്ര ബ്രാഹ്മണ സഖ്യം ആധിപത്യം പുലർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഏതെങ്കിലും ഭിന്നശേഷി പ്രസ്ഥാനത്തോട് ശത്രുത പുലർത്തുന്നതായിരുന്നു. തുർക്കി കീഴടക്കപ്പെട്ടു. ഈ ഒരു സഖ്യത്തിന്റെ മേധാവിത്വം അവസാനിച്ചു. തുർക്കി അധിനിവേശത്തോടെയുള്ള ഇസ്ലാമിന്റെ ആവിർഭാവം ബ്രാഹ്മണരെ ആജ്ഞാപിച്ച അധികാരത്തിനും പ്രതാപത്തിനും തിരിച്ചടിയായി മാറി. അങ്ങനെ ജാതി വിരുദ്ധവും ബ്രാഹ്മണ വിരുദ്ധവുമായ പ്രത്യയശാസ്ത്രവുമായിട്ട് അനുരൂപമല്ലാത്ത, സാമ്യതയില്ലാത്ത പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ക്ഷേത്രങ്ങളിലെ ബിംബങ്ങളും വിഗ്രഹങ്ങളും കേവലം ദൈവത്തിന്റെ പ്രതീകങ്ങളല്ലെന്നും മറിച്ച് ദൈവിക ശക്തിയുള്ള ദൈവങ്ങളാണെന്നും അവയാൽ സ്വാധീനിക്കപ്പെടുന്നവരാണെന്നും, അതായത് ബ്രാഹ്മണർ എപ്പോഴും ജനങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തുർക്കികൾ ബ്രാഹ്മണരുടെ ക്ഷേത്ര സമ്പത്തും ഭരണകൂട സംരക്ഷണവുമെല്ലാം നഷ്ടപ്പെടുത്തി. അങ്ങനെ ബ്രാഹ്മണരെ ഭൗതികമായും പ്രത്യയശാസ്ത്രപരമായും കഷ്ടപ്പെട്ടു. രജപുത്ര ബ്രാഹ്മണ സഖ്യത്തിന്റെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയിൽ നിന്ന് ഒരുപക്ഷെ ആദ്യം നേട്ടമുണ്ടാക്കിയത് നാദപന്തീസ് എന്ന് പറഞ്ഞ വിഭാഗമാണ്. തുർക്കികളെ ഈ സഖ്യത്തിന്റെ മേധാവിത്വം അവസാനിപ്പിച്ചു. സുൽത്താനേറ്റ് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഈ വിഭാഗം അതിന്റെ ഉച്ചസ്ഥായിലെത്തി. ബ്രാഹ്മണരുടെ ശക്തിയും സ്വാധീനവും നഷ്ടപ്പെട്ടതും പുതിയ രാഷ്ട്രീയ സാഹചര്യവും ആത്യന്തികമായി ഉത്തരേന്ത്യയിലെ ജനകീയ ഏകദൈവ പ്രസ്ഥാനങ്ങളുടെയും മറ്റ് ഭക്തി പ്രസ്ഥാനങ്ങളുടെയും ഉദയത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്തെല്ലാം സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്, ഇന്ന് മധ്യകാല ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്ന് നോക്കാം. മധ്യകാല ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനങ്ങൾ ഫ്യൂഡൽ അടിച്ചമർത്തലിനെതിരായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ വികാരങ്ങളെ പ്രതിനിധീകരിച്ചുവെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വീക്ഷണം അനുസരിച്ച് കബീറും നാനാക്കും മുതൽ ചൈതന്യയും തുളസീദാസും വരെയുള്ള ഭക്തി സന്യാസിമാരുടെ കവിതകളിൽ ഫ്യൂഡലിസത്തിനെതിരായ വിപ്ലവകരമായ എതിർപ്പിന്റെ ഘടകങ്ങൾ കാണാൻ പറ്റും. ഈ പരമ്പരയിലാണ് ചിലപ്പോൾ മധ്യകാല ഭക്തി പ്രസ്ഥാനങ്ങൾ യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ ഇന്ത്യൻ പ്രതിരൂപമായി മാറിയത്. ഫ്യൂഡൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള കർഷകരുടെ വർഗ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കാൻ ഭക്തി സന്യാസിമാരുടെ കവിതകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വൈഷ്ണവ ഭക്തി സന്യാസിമാർ യാഥാസ്ഥിത ബ്രാഹ്മണ ക്രമത്തിൽ നിന്ന് വേർപിരിഞ്ഞ് അവർ ഭക്തിയിലും മതസമത്വത്തിലും വിശ്വസിക്കുന്നിടത്തോളം മാത്രമാണ് അതുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ അവർ യാഥാസ്ഥിക ബ്രാഹ്മണ്യത്തിന്റെ പല അടിസ്ഥാന തത്വങ്ങളും പിന്തുടർന്നു പോന്നു. കൂടുതൽ തീവ്രമായ ഏകദൈവ വിശ്വാസികളെ യാഥാസ്ഥിക ബ്രാഹ്മണ മതത്തെ പാടെ നിരാകരിച്ചു. പക്ഷേ അവർ പോലും ഭരണകൂടത്തെയും ഭരണവർഗത്തെയും അട്ടിമറിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നില്ല. ഇക്കാരണത്താൽ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയും മുതലാളിത്തത്തിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വലിയ സാമൂഹിക പ്രക്ഷോഭമായിട്ടുള്ള യൂറോപ്യൻ പ്രൊട്ടസ്റ്റന്റ് വികാരത്തിന്റെ ഇന്ത്യൻ വകഭേദമായിട്ട് ഭക്തി പ്രസ്ഥാനങ്ങളെ കണക്കാക്കാൻ കഴിയില്ല. കബീർ, നാനാക്ക്, ധന്ന, പിപ്പ തുടങ്ങിയവരുടെ ഏകദൈവ പ്രസ്ഥാനത്തിന്റെ വ്യാപകമായ ജനപ്രീതി ഉത്തരേന്ത്യയിലെ തുർക്കി അധിനിവേശത്തെ തുടർന്നുള്ള കാലഘട്ടത്തിലെ ചില സുപ്രധാന സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമേ വിശദീകരിക്കാൻ കഴിയുള്ളൂ. തുർക്കി ഭരണവർഗം രജപുത്രനിൽ നിന്ന് വ്യത്യസ്തമായി പട്ടണങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. വൻതോതിലുള്ള കാർഷിക മിച്ചം വേർതിരിച്ചെടുത്ത് ഭരണവർഗത്തിന്റെ കൈകളിൽ വിഭവങ്ങളുടെ വലിയ കേന്ദ്രീകരണത്തിലേക്ക് ഇത് നയിച്ചു. ഉൽപ്പാദിപ്പിച്ചിരുന്ന ചരക്കുകൾ, ആഡംബരങ്ങൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയ്ക്കായുള്ള ഈ വിഭവശേഷിയുള്ള ക്ലാസിന്റെ ആവശ്യങ്ങൾ വലിയ തോതിൽ നിരവധി പുതിയ സാങ്കേതിക വിദ്യകളും കരകൗശല വസ്തുക്കളും അവതരിപ്പിക്കുന്നതിലേക്ക് നയിച്ചു. ഇത് 13ഉം 14ഉം നൂറ്റാണ്ടുകളിൽ നഗര കരകൗശല തൊഴിലാളികളുടെ വർഗത്തിന്റെ വികാസത്തിലേക്ക് എത്തിച്ചു. പരമ്പരാഗത ബ്രാഹ്മണ ശ്രേണിയിൽ അവർക്ക് ലഭിച്ചിരുന്ന താഴ്ന്ന പദവിയിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് നഗര കരകൗശല തൊഴിലാളികളുടെ വർദ്ധിച്ചു വരുന്ന ക്ലാസുകൾ അതിന്റെ സമത്വ ആശയങ്ങൾ കാരണം ഏകദൈവ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളുടെ വളർച്ച, നഗര കരകൗശല ഉൽപാദനം, വിപണികളുടെ വിപുലീകരണം എന്നിവയിൽ നിന്ന് നേരിട്ട് നേട്ടമുണ്ടാക്കിയ പഞ്ചാബിലെ ഖത്രികളെ പോലുള്ള ചില വ്യാപാരികളും ഇതേ കാരണം കൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. സമൂഹത്തിലെ ഒന്നോ അതിലധികമോ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയുടെ ഫലമാണ് ഏകദൈവ പ്രസ്ഥാനത്തിന്റെ ജനകീയത എന്ന് പറഞ്ഞാൽ. ഈ വിഭാഗങ്ങളിൽ നിന്നോ അതിലധികമോ ആണ് ഇവയുടെ എല്ലാം സാമൂഹികമായിട്ടുള്ള അടിത്തറ. പരമ്പരാഗത ബ്രാഹ്മണ ശ്രേണിയിൽ അവർക്ക് ലഭിച്ചിരുന്ന താഴ്ന്ന പദവിയിൽ തൃപ്തരല്ലാത്തതുകൊണ്ട് നഗര കരകൗശല തൊഴിലാളികളുടെ വർദ്ധിച്ചു വരുന്ന ക്ലാസുകൾ അതിന്റെ സമത്വ ആശയങ്ങൾ കാരണം ഏകദൈവ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു.
പട്ടണങ്ങളുടെ വളർച്ച, നഗര കരകൗശല ഉൽപാദനം, വിപണികളുടെ വിപുലീകരണം എന്നിവയിൽ നിന്ന് നേരിട്ട് നേട്ടമുണ്ടാക്കിയ പഞ്ചാബിലെ ഖത്രികളെ പോലുള്ള ചില വ്യാപാരികളും ഇതേ കാരണങ്ങൾ കൊണ്ട് പ്രസ്ഥാനത്തിലേക്ക് വന്നു. സമൂഹത്തിലെ ഒന്നോ അതിലധികമോ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയുടെ ഫലമായാണ് ഏകദൈവ പ്രസ്ഥാനത്തിന്റെ ജനകീയത വർദ്ധിച്ചത്. ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ പ്രസ്ഥാനത്തിന്റെ സാമൂഹിക അടിത്തറ സ്ഥാപിച്ചത് ഈ വിഭാഗങ്ങളിൽ ഒന്നോ അതിലധികമോ വിഭാഗക്കാരായിരുന്നു. പഞ്ചാബിലെ പ്രസ്ഥാനത്തിന്റെ ജനപ്രീതി നഗരവിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചാബിലെ പ്രസ്ഥാനത്തിന്റെ ജനപ്രീതി നഗരവിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ജൂട്ട് കർഷകരെ അതിന്റെ അണികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വിശാലമായിട്ടുള്ള അടിത്തറ നേടി. പഞ്ചാബിലെ ജാട്ടുകള് ഗുരുനാനാക്കിന്റെ പ്രസ്ഥാനത്തിന് നൽകിയ പിന്തുണ ആത്യന്തികമായിട്ട് സിഖ് മതത്തെ ഒരു ബഹുജന മതമായിട്ട് വളർത്തിയെടുക്കാൻ സഹായിച്ചു. ഇനി നമുക്ക് സൂഫി ട്രഡീഷനെ കുറിച്ചാണ് പറയാനുള്ളത്. സൂഫികള് ആദ്യകാല മുസ്ലിം മിസ്റ്റിക് ആയിരുന്നു. സമ്പത്തിന്റെയും അധപതനത്തിന്റെയും അശ്ലീല പ്രകടനത്തില് വെറുപ്പുളവാക്കുന്ന അഗാധമായ ഭക്തിയുള്ള വ്യക്തികളായിരുന്നു സൂഫികള്. അഗാധമായ ഭക്തിയുള്ള വ്യക്തികളായിരുന്നു ആര്? സൂഫികൾ എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തെ തുടർന്നുള്ള ധാർമ്മികത, സൂഫികളുടെ അടിസ്ഥാന സിദ്ധാന്തം വഹാദത്തുൽ വുജൂദ് അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് ദി ബീയിങ് എന്ന കൺസെപ്റ്റാണ് ഇതിലേക്ക് എത്തിച്ചത്. അത് ഹക്കിന്റെയും ഹൽക്കിന്റെയും, അതായത് സൃഷ്ടാവിന്റെയും സൃഷ്ടിയുടെയും ഐക്യത്തെ തിരിച്ചറിയുന്ന രീതിയിലുള്ളതായിരുന്നു. സൂഫികള് സിൽസിലകൾ എന്ന പേരിൽ ക്രമീകരിച്ചു. ഈ ഉത്തരവുകള് ബേഷറ, അതായത് ഇസ്ലാമിക നിയമം പിന്തുടരുന്നവര്, ബേഷാറ അതിനോട് ബന്ധമില്ലാത്തവർ എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് തരംതിരിച്ചു. തന്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു ഗാൻഗയിൽ താമസിക്കുന്ന ഒരു പ്രമുഖ മിസ്റ്റിക്കാണ് സിൽസിലകളെ പൊതുവെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഗുരുവും ശിഷ്യന്മാരും, അതായത് പീറും മുരീദുകളും തമ്മിലുള്ള ബന്ധം സൂഫി സമ്പ്രദായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. തുർക്കി ഭരണം സ്ഥാപിതമാകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ സൂഫിസം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സൂഫികളുടെ യഥാർത്ഥ കുടിയേറ്റവും വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതും തുർക്കി ഭരണം സ്ഥാപിതമായതിനു ശേഷമായിരുന്നു. അവർ രാജ്യത്തെ മുഴുവനും തങ്ങളുടെ മതസ്വാധീന മേഖലകളായിട്ട് വിഭജിച്ചു. അബുൽ ഫാസിയുടെ അഭിപ്രായത്തിൽ മുഗൾ കാലഘട്ടത്തിൽ 14 ഉത്തരവുകൾ ഉണ്ടായിരുന്നു. മെയിൻ സൂഫി ഓർഡേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാന സൂഫി ഓർഡറുകൾ ഫസ്റ്റ് വരുന്നത് ചിസ്തി ഓർഡറാണ്. ഇതിൻ്റെ സ്ഥാപകന് ഷെയ്ഖ് മൊയിനുദ്ദീൻ ചിസ്തിയാണ്. 12-13 നൂറ്റാണ്ടുകളിലാണ് അദ്ദേഹം ജീവിച്ചത്. ഹമീദുദ്ദീൻ നഗൗരി, അതായത് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹമീദുദ്ദീൻ നഗൗരി, കുതുബുദ്ദീൻ ബക്തിയാർ കാക്കി, നിസാമുദ്ദീൻ ഔലിയ, ഷെയ്ഖ് സലീം എന്നിവരായിരുന്നു മറ്റു നേതാക്കൾ. അജ്മീറിലും രാജസ്ഥാനിലെ മറ്റു ഭാഗങ്ങളിലും ഉത്തർപ്രദേശ്, പഞ്ചാബ്, ബീഹാർ, ബംഗാൾ, ഒറീസ, ഡക്കാൻ എന്നിവിടങ്ങളിലും അവർ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ ലാളിത്യത്തിലും ദാരിദ്ര്യത്തിലും വിശ്വസിച്ചു. സ്വകാര്യ സ്വത്ത് കൈവശം വയ്ക്കുന്നത് ആത്മീയ വ്യക്തിത്വത്തിന്റെ വികാസത്തിന് തടസ്സമായിരുന്നുവെന്ന് തടസ്സമായിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രധാനമായും ചാരിറ്റിയിൽ ജീവിച്ചു. ദൈവത്തോടുള്ള സാമീപ്യത്തിന്റെ മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സാമ എന്ന സംഗീത പാരായണങ്ങൾ സ്വീകരിച്ച് ഇത് ജനപ്രിയമാക്കി മാറ്റി. ഇനി സുഹ്രവർദി ഉത്തരവിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതിന്റെ ഫൗണ്ടർ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി ആയിരുന്നു. 12-13 നൂറ്റാണ്ടുകളിലാണ് അദ്ദേഹം ജീവിച്ചത്. മറ്റു ലീഡേഴ്സാണ് ബഹാവുദ്ദീൻ സഗരിയ ആൻഡ് റുക്നുദ്ദീൻ അബ്ദുൽ ഫാത്ത്. ഈ ഒരു ഓർഡർ നോർത്ത് വെസ്റ്റ് ഇന്ത്യയുടെ ഭാഗത്താണ് സ്ഥാപിക്കപ്പെട്ടത്. ദരിദ്ര ജീവിതം നയിക്കുന്നതിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിച്ചുകൊണ്ട് അവർ ഓരോ സ്റ്റേറ്റിൻ്റെയും പ്രമുഖ സ്ഥാനങ്ങൾ സ്വീകരിക്കാൻ അവർ സന്നദ്ധരായിരുന്നു. ഇനി ഖദ്രി ഓർഡറിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഖാദ്രി ക്രമത്തിൻ്റെ സ്ഥാപകന് ബാഗ്ദാദിലെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ആയിരുന്നു. ഇന്ത്യയിലെ പ്രധാന നേതാക്കൾ ഷാ നിസാമത്ത് ഉള്ള, ഇന്ത്യയിലേക്ക് വന്ന ഷാ നിസാമത്തുള്ള, അദ്ദേഹം CE 1430 മരിച്ചു. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ പ്രധാന ഖാദ്രി ആയിരുന്നു.
നാസറുദ്ദീൻ മുഹമ്മദ് ജീലാനി ഖാദ്രി ക്രമത്തെ സംഘടിപ്പിക്കുകയും 1517 അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നുണ്ട്. സിന്ധിലും ലാഹോറിലും ഈ ക്രമം പ്രബലമായിരുന്നു. ദാരാ ഷിഖോ രാജകുമാരനായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട അനുയായി എന്ന് പറഞ്ഞാൽ. നക്ഷബന്ദി ഓർഡറിനെ കുറിച്ച് പറയാം. ഖാജ ബാക്കി ബില്ല, ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി എന്നിവരായിരുന്നു ഈ ക്രമത്തിൻ്റെ പ്രമുഖ നേതാക്കൾ. യാഥാസ്ഥിക ഇസ്ലാമിൻ്റെ ടീച്ചിങ്ങുമായിട്ട് മിസ്റ്റിസിസത്തിൻ്റെ സിദ്ധാന്തങ്ങളെ സമന്വയിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മോണോത്തിസിസ് ട്രഡീഷൻസ്, അതായത് ഏകദൈവ പാരമ്പര്യങ്ങൾ ഏതൊക്കെയായിരുന്നു നോക്കാം. ഫസ്റ്റ് വരുന്നത് കബീറാണ്. 15-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഏകദൈവ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടവും ശക്തവുമായിരുന്നു കബീറിൻ്റെ കീഴിലുള്ളത്. കബീറിൻ്റെ കീഴിലുള്ള ഏകദൈവ പാരമ്പര്യം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്ത തദ്ദേശീയരായ നെയ്ത്തുകാരുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗവും ബനാറസിൽ ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന ഏകദൈവ വിശ്വാസികൾ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണെന്ന് അവകാശപ്പെടുകയോ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ പരാമർശിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കബീർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മഹാൻ എന്നാണ്. അറബി ദൈവശാസ്ത്രത്തിലെ അള്ളാഹുവിൻ്റെ 99 പേരുകളിലൊന്നാണിത്. ഖുർആനിൽ 6 തവണ പരാമർശിച്ചിരിക്കുന്ന പേരാണിത്. കബീർ തൻ്റെ പേരിനനുസരിച്ച് ജീവിച്ചു. ഹിന്ദി സംസാരിക്കുന്ന മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വ്യാപകമാണ്. ഓരോ ഘട്ടത്തിലും അദ്ദേഹം ഉദ്ധരിക്കപ്പെടുകയും ഹിന്ദു മുസ്ലിം യാഥാസ്ഥികതയ്ക്കെതിരെ നിരന്തരം പ്രചാരണം നടത്തുകയും ചെയ്തു. സമകാലികരുടെ മേലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതും എഴുതപ്പെട്ടതുമാണ്. സിഖ് മതത്തിൻ്റെ സ്ഥാപകനായ ഗുരുനാനാക്ക് 27 വയസ്സുള്ളപ്പോൾ കബീറിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടതായിട്ട് പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. നാനാക്ക് തൻ്റെ കൃതിയായിട്ടുള്ള ജനം സാഖിയിൽ ജനനത്തിൻ്റെ കഥയെക്കുറിച്ചുള്ള തെളിവ് എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ കബീറിനെ പരാമർശിക്കുകയും താൻ നാനാക്കിന് തുല്യമായ ഒരു ഭഗത് ആണെന്ന് അല്ലെങ്കിൽ ഭക്തനാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റു ഭക്തന്മാരും അദ്ദേഹത്തെ മാതൃകയാക്കാൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. പല അവസരങ്ങളിലും നാനാക്ക് കബീറിന് ആരോപിക്കപ്പെട്ട വാക്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. സിഖ് പന്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ആദ്യ ഗ്രന്ഥം കബീറിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങിനെ കുറിച്ചും വിവരങ്ങൾ നൽകുന്നുണ്ട്. ഗുരുനാനാക്കിന് കബീറിനോട് തോന്നിയ താല്പര്യം കബീറിൻ്റെ കൃതികൾ ആദ്യ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് അത് പ്രതിഫലിക്കുന്നുണ്ട്. ഇരുവരും നല്ല അടുപ്പത്തിലായിരുന്നുവെന്ന് പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. മറ്റ് മത അധ്യാപകരും കബീറിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടിട്ടുണ്ട്. അഹമ്മദാബാദിലെ ദാദു തൻ്റെ പേര് വഹിക്കുന്ന വിഭാഗം സ്ഥാപിച്ചത് സത്നാമി വിഭാഗത്തിൻ്റെ സ്ഥാപകനായ ഔദിൽ നിന്നുള്ള ജഗ് ഈശ്വർ ദാസ്, സാധു വിഭാഗത്തിൻ്റെ സ്ഥാപകൻ മാൾവയിലെ ബാബാലാൽ, ഗാസിപൂർ ശിവാനരൻ എന്നിവരെ പോലുള്ള മറ്റ് സമകാലീന മത അധ്യാപകർ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ളവരാണ്. കബീർ ഒരു ആരാധനാക്രമത്തിൻ്റെയും സ്ഥാപകനല്ലെങ്കിലും തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരാധനയിൽപ്പെട്ടവരാണെന്ന് പലരും അവകാശപ്പെടുന്നുണ്ട്. അതിനെ കബീർ പന്ത് എന്നും ഈ വിഭാഗത്തിൻ്റെ അനുയായികളെ കബീർ പന്തീസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഫോംലെസ് സുപ്രീം ബീയിങ്, നിർഗുണം, രൂപരഹിതനായുള്ള പരമാത്മാവ് അഥവാ നിർഗുണൻ എന്ന രീതിയിൽ ഏകദൈവ വിശ്വാസത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. രൂപവും ഗുണവുമില്ലാത്ത പരമാത്മാവായ നിർഗുണന്റെ വക്താവ് കൂടിയാണ് ആര്? കബീർ. അദ്വൈത പാഠശാലയിലൂടെ തത്വചിന്തയിൽ കടന്നു വന്ന ഈ ആശയം കബീറിൻ്റെയും തുളസീദാസിൻ്റെയും ഭാവനയെ ആകർഷിച്ചു. വിഗ്രഹാരാധനയോടുള്ള കബീറിൻ്റെ ശക്തമായ എതിർപ്പ് ഈ തത്വചിന്തയിൽ നിന്ന് വളർന്നു വന്നതാണ്. അദ്ദേഹം പറയുന്നു, ശിലാവിഗ്രഹത്തെ പൂജിക്കുന്നത് ഹരിയെ പ്രാപിച്ചാൽ ഞാൻ ഒരു പർവ്വതത്തെ ആരാധിക്കും. ലോകത്തെ പൊടിച്ചു പോറ്റുന്ന അരയ്ക്കൽ കല്ലാണ് നല്ലത്. കബീറിൻ്റെ കൃതിയിൽ 2 പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്നു ഇത്തരം പരാമർശങ്ങൾ. കബീറിൻ്റെ പുസ്തകങ്ങളിൽ 2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇത്തരം കാര്യങ്ങൾ കബീറിൻ്റെ 2 പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. ആ പുസ്തകങ്ങളുടെ പേരാണ് ബീജാക്ക്, മറ്റൊന്ന് ആദ്യ ഗ്രന്ഥം. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ രേഖപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിന് 50 വർഷത്തിന് ശേഷമെങ്കിലും അവ എഴുതാനുള്ള പ്രക്രിയ ആരംഭിച്ചു. കബീറിൻ്റെ വാക്കുകളും കവിതകളും എഴുതപ്പെട്ടു. കബീറിൻ്റെ വാക്കുകൾ ദയനീയമാണ്. പലപ്പോഴും കടങ്കഥകൾ പോലെ തോന്നുന്ന രീതിയിലുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ.
പക്ഷേ അർത്ഥം വ്യക്തമായി അറിയുന്നുണ്ട്. കാര്യം വ്യക്തമാക്കുന്നതിന് കബീർ തിരഞ്ഞെടുത്ത ഏതാനും ഈരടികൾ ഇവിടെ പറയുന്നുണ്ട്. അഗ്നി അതിനെ കത്തിക്കുന്നില്ല, കാറ്റ് അതിനെ കൊണ്ടുപോകുന്നില്ല, ഒരു കള്ളനും അതിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. രാമൻ്റെ നാമത്തിൻ്റെ സമ്പത്ത് ശേഖരിക്കുക, ആ സമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെടില്ല. എന്താണ് പിറുപിറുപ്പ്, എന്ത് തപസ്, മറ്റൊരു സ്നേഹമുള്ളവനോട് എന്ത് നേർച്ചയും ആരാധനയും. വഴിയിൽ മുത്തുകൾ ചിതറിക്കിടക്കുന്നു, അന്തർ അടുത്തു വന്നു പോകുന്നു. കർത്താവിൻ്റെ വെളിച്ചമില്ലാതെ ലോകം അവരെ കടന്നു പോകുന്നു. ചന്ദനമേ, നിന്റെ സുഗന്ധം അടക്കിക്കൊള്ളുക, നിന്റെ നിമിത്തം വിറക് വെട്ടിയിരിക്കുന്നു. ജീവനുള്ളവൻ ജീവിച്ചിരിക്കുന്നവരെ കൊല്ലുകയും മരിച്ചവരെ മാത്രം പരിഗണിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വരികളാണ്. ഗുരുനാനാക്കിനെ കുറിച്ച് നോക്കാം. സിഖ് മതത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഗുരുനാനാക്ക് 1469 മുതൽ 1538 വരെ ജീവിച്ചു. അക്കാലത്തെ മറ്റൊരു വിശുദ്ധ പ്രസംഗകൻ കൂടിയായിരുന്നു അദ്ദേഹം. കബീറിൻ്റെ സമകാലീനനായിരുന്നു. പടിഞ്ഞാറൻ പഞ്ചാബിലെ, അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ ഷെയ്ഖുപുര ജില്ലയിൽ തൽവണ്ടിയിൽ ഒരു ഖത്രി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 7-ാം വയസ്സിൽ ഹിന്ദി, സംസ്കൃതം, പേർഷ്യൻ ഭാഷകൾ പഠിക്കാൻ സ്കൂളിൽ അയച്ചു. കുട്ടി നാനാക്കിൻ്റെ വിസ്മയിപ്പിക്കുന്ന ജ്ഞാനവുമായിട്ട് വിവിധ തരത്തിലുള്ള അത്ഭുത കഥകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു. അവനൊരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥനാകുമെന്ന് അനുമാനിക്കപ്പെട്ടു. എന്നാൽ പഠനത്തിൽ താല്പര്യം കാണിക്കാതെ കൃഷി, കന്നുകാലി പരിപാലനം, കടപരിപാലനം തുടങ്ങിയ വിവിധ തൊഴിലുകൾ അദ്ദേഹം പരീക്ഷിച്ചെങ്കിലും വിജയിച്ചില്ല. സുൽത്താൻ ദൗലത് ഖാൻ ലോധിയുടെ ചാരിറ്റിയുടെ സമ്പന്നശാലയുടെ സൂക്ഷിപ്പുകാരനായിട്ട് കുറച്ചു കാലം അദ്ദേഹം നിയമിതനായി. 19-ാം വയസ്സിൽ വിവാഹിതനായിട്ടുള്ള നാനാക്കിന് 2 ആൺമക്കളുണ്ടായിരുന്നു. ലൗകിക കാര്യങ്ങളോടുള്ള ഉദാസീനത നിമിത്തം അദ്ദേഹം രാജ്യസേവനം ഉപേക്ഷിച്ചു. അങ്ങനെ സന്യാസിമാരുമായും ഋഷിമാരുമായിട്ടും സ്വന്തമായി ഇടപഴകാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. 30-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങി സന്യാസി ജീവിതം നയിച്ചു. ആത്മീയ അനുഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പല ദേശങ്ങളിൽ അലഞ്ഞു നടക്കുകയും നിരവധി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. മടങ്ങിയെത്തിയ അദ്ദേഹം രവി നദിയുടെ തീരത്തുള്ള കർത്താർപൂരിൽ തൻ്റെ ആശ്രമം സ്ഥാപിക്കുകയും സ്വന്തം തത്വചിന്ത പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു പ്രസംഗകനായിരുന്നു, എന്നാൽ അതേസമയം ഒരു ഗൃഹനാഥൻ്റെ ജീവിതം നയിച്ചു. റബാബ് എന്ന വാദ്യോപകരണത്തിൻ്റെ അകമ്പടിയോടുകൂടി അദ്ദേഹം പാടിയ സ്തുതിഗീതങ്ങൾ അദ്ദേഹം രചിച്ചതായിരുന്നു. 1538 69-ാം വയസ്സിൽ അദ്ദേഹം മരിക്കുകയും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ അനഗതിനെ തൻ്റെ പിൻഗാമിയായിട്ട് നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു. മധ്യകാല ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൽ നാനാക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. സൂഫിസവും ഭക്തിയും നാനാക്കിൻ്റെ മതദർശനത്തിൻ്റെ വികാസത്തിന് സഹായമായിട്ടുണ്ട്. അതിനാൽ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഹിന്ദുയിസത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ശ്രേഷ്ഠമായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വഭാവത്താൽ അടങ്ങിയതായിരുന്നു. അതേസമയം 2 മതങ്ങളുടെയും പിന്തിരിപ്പൻ ആശയങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. നാനാക്കിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഏകനും രൂപരഹിതനുമാണ്. സ്നേഹം, ഭക്തി, ഹൃദയശുദ്ധി എന്നിവയിലൂടെ ഒരാൾക്ക് ഈശ്വരാനുഗ്രഹം നേടിയെടുക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനും നശിപ്പിക്കുന്നവനും ദൈവമാണ്. അവൻ സർവശക്തനും സർവവ്യാപിയുമാണ്. അവൻ എല്ലാവരോടും കരുണയുള്ളവനാണ്. ഭാവിയോട് പോലും കരുണയുള്ളവനാണ്. എല്ലാ മനുഷ്യരിലും ഒരു ആത്മാവുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു മനുഷ്യൻ്റെ നല്ല പ്രവൃത്തികൾ ആത്മാവിനെ ദൈവമായി, നിത്യാത്മാവുമായി ലയിപ്പിക്കാൻ സഹായിക്കുന്നു. ദുഷ്പ്രവൃത്തികൾ പാപഭാരം വർദ്ധിപ്പിക്കുന്നു. അതിനായിട്ട് ആത്മാവിന് ഉയരാൻ കഴിയാതെ ഇരുട്ടിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ശാശ്വതമായ മോചനം ലഭിക്കുന്നതിന് ഓരോ വ്യക്തിയും നന്നായി പ്രവർത്തിക്കുകയും പുണ്യമുള്ളവരാകുകയും വേണം. അങ്ങനെ നാനാക്കിൻ്റെ ടീച്ചിങ്സ് 2 വിഷയങ്ങളിൽ അധിഷ്ഠിതമാണ്. സദ്ഗുണങ്ങളെ സ്തുതിക്കുക, തിന്മകളെ അപലപിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ധാർമ്മിക പെരുമാറ്റവും ധാർമ്മിക മൂല്യങ്ങൾക്കുള്ള ഊന്നലും അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങിൻ്റെ അടിത്തറയായിരുന്നു.
എല്ലാ സൂഫി സന്യാസിമാരെയും പോലെ വ്യക്തിയുടെ എല്ലാ പെരുമാറ്റങ്ങളിലും വഴികാട്ടുന്ന ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നതിന് നാനാക്കും അനുകൂലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, ഗുരു ഇല്ലാതെ ആർക്കും ഈശ്വരനെ പ്രാപിക്കാനാവില്ല. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ദൈവവചനം കേൾക്കുകയും അറിവ് നേടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഓരോ മനുഷ്യനും അവൻ്റെ ആത്മീയ വിമോചനത്തിന് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. നാനാക്ക് തൻ്റെ കാഴ്ചപ്പാടിൽ വളരെ പ്രായോഗികനായിരുന്നു. വിവിധ മതങ്ങൾ തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ജാതി വ്യവസ്ഥയും വേദങ്ങളുടെയും ഖുർആനിൻ്റെയും ആധികാരികതയും വിഗ്രഹാരാധനയും ബിംബാരാധനയും ശക്തമായിട്ട് അദ്ദേഹം നിരാകരിച്ചിട്ടുണ്ടായിരുന്നത്. ലോകത്തെ ത്യജിക്കുന്നതിൽ അദ്ദേഹം ഒരിക്കലും ഊന്നൽ നൽകിയില്ല. പകരം ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മതപരമായ കാപട്യത്തെയും അസത്യത്തെയും സ്വാർത്ഥതയെയും അക്രമത്തെയും നിരാകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഊന്നൽ നൽകിയത്. നാനാക്കിന് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നു. രണ്ട് സമുദായങ്ങൾക്കിടയിൽ സൗഹാർദ്ദം സ്ഥാപിച്ച് അവർ തമ്മിലുള്ള വിടവ് നികത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അദ്ദേഹം ആത്മാർത്ഥതയുള്ളവനും സ്നേഹനിർഭയമായ സമീപനമുള്ളവനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം 1 നൂറ്റാണ്ടോളം ഭക്തിപൂർവ്വം പ്രവർത്തിച്ച 9 പിൻഗാമികളുടെ ഒരു നിരയാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം പഠിപ്പിച്ചത്. 5ാമത്തെ ഗുരുവായിട്ടുള്ള അർജുൻ ദാസ് സമാഹരിച്ച ആദ്യ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാനാക്കിൻ്റെ അനുയായികൾ തുടങ്ങിയത് പിൽക്കാല ഗുരുക്കളുടെ കാലത്താണ്. സിഖുകാർ മാതൃകാ മതവിഭാഗം എന്നറിയപ്പെടുന്നുണ്ട്. അവസാനത്തെ ഗുരു ഗോവിന്ദ് സിംഗ് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിൻ്റെ മതപരമായ വിചാരണയെ തുടർന്ന് സിഖ് മതത്തെ അവസാനത്തെ ഗുരുവായ ഗോവിന്ദ് സിംഗ് മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിൻ്റെ മതപരമായ വിചാരണയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സിഖ് മതത്തെ ശിഷ്യൻ എന്നർത്ഥമുള്ള ശിഷ്യ എന്ന സംസ്കൃത പദത്തിൻ്റെ രീതിയിലാക്കി. അങ്ങനെ മതസൗഹാർദ്ദവും സമാധാനപരമായ സഹവർത്തിത്വം കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഒരു പുതിയ പ്രത്യേക മതം ആരംഭിക്കാൻ അദ്ദേഹം ഒരിക്കലും ലക്ഷ്യപ്പെട്ടില്ലെങ്കിലും ഒടുവിൽ അദ്ദേഹം സിഖ് മതത്തിൻ്റെ സ്ഥാപകനായി മാറി. ഇനി നമുക്ക് ലാൽ ദേദിനെ കുറിച്ചാണ് പറയാനുള്ളത്. പ്രാദേശികമായിട്ട് ലാൽ ദേദ് എന്നറിയപ്പെടുന്ന ലല്ലേശ്വരി ആദ്യകാല മധ്യകാലഘട്ടത്തിലെ ഒരു കാശ്മീരി മിസ്റ്റിക്കായിരുന്നു. അവരുടെ ഭക്തിഗാനങ്ങൾ പേരുകേട്ടതാണ്. അവരുടെ ആധ്യാത്മിക രചനകൾ, ആശയങ്ങൾ, രീതികൾ, സമ്പ്രദായങ്ങൾ എന്നിവ സാർവത്രികവും സമഗ്രവും ആകർഷണീയവുമാണ്. അങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ പ്രചോദിപ്പിച്ചു. 1320 ശ്രീനഗറിലെ ഒരു കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിലാണ് അവർ ജനിച്ചത്. അവരുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ശൈവ ടീച്ചിങ്സിനോടൊപ്പം അല്ലെങ്കിൽ ശൈവ നിർദ്ദേശങ്ങളോടൊപ്പം പ്രബോധനങ്ങളോടും അദ്ദേഹം സമ്പർക്കം പുലർത്തിയതിൽ നിന്ന് അവർക്ക് പ്രചോദനം ലഭിച്ചു. അവരുടെ കവിതകൾ തെളിയിക്കുന്നത് ശൈവ പ്രചോദനത്തിൻ്റെ തെളിവുകളാണ്. ഇത് അവർ ചെറുപ്പത്തിലെ പിതാവിൻ്റെ കൂടെ ജീവിക്കുന്ന കാലത്ത് പഠിച്ച കാര്യങ്ങളാണ്. 24ാമത്തെ വയസ്സിൽ സന്യാസം സ്വീകരിക്കുന്നതിനായി അവർ വീട് വിട്ടിറങ്ങി. ആത്യന്തികമായ ആത്മീയ നേട്ടങ്ങളിൽ അവർ മറികടന്ന ശൈവ ഗുരു സിദ്ധ ശ്രീകാന്തയുടെ ശിഷ്യയായി മാറി. അവർ കാശ്മീരിലെ ശൈവമതത്തിൻ്റെ വിളക്കുയർത്തി. അത് വളരെയധികം യശസ്സിലേക്ക് ഉയരുകയും ചെയ്തു. വത്സുൻ അല്ലെങ്കിൽ വക്സ്, അക്ഷരത്തിൽ സംസാരം എന്ന് വിളിക്കപ്പെടുന്ന മിസ്റ്റിക് കവിതകളുടെ സൃഷ്ടാവ് ഇവരായിരുന്നു. ലാൽ വക്സ് എന്നറിയപ്പെടുന്ന അവരുടെ വാക്യങ്ങൾ കാശ്മീരി ഭാഷയിലെ ആദ്യകാല രചനകളും ആധുനിക കാശ്മീരി സാഹിത്യത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാന ഭാഗവുമാണ്. സൂഫി മിഷണറിമാർ ഇവരുടെ തത്വചിന്ത പ്രയോജനപ്പെടുത്തി. പരമ്പരാഗത മിസ്റ്റിസിസം, ജനകീയ ഭക്തി പ്രസ്ഥാനം, സൂഫിസം എന്നിവ തമ്മിലുള്ള നിർണായക കണ്ണികളായിട്ട് അവ പ്രവർത്തിച്ചു. ഇറാനിയൻ സൂഫി പണ്ഡിതനും കവിയുമായ മിർ സയ്യിദ് അലി ഹംദാനിയുടെ സമകാലീനനാണെന്നും ലാൽ ദേദ് വിശ്വസിക്കുന്നു. അദ്ദേഹം കാശ്മീരിലേക്കുള്ള യാത്രകളിൽ
ഇവരുടെ കഥകൾ സ്വന്തം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിലാണ് ലാൽദേദിൻ്റെ കൃതികൾ ആദ്യമായിട്ട് രേഖാമൂലം രേഖപ്പെടുത്തിയത്. പിന്നീട് കാശ്മീരിലും പ്രസിദ്ധീകരിക്കപ്പെട്ടു. 1914 സിവിൽ സർവീസുകാരനും ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യയുടെ സൂപ്രണ്ടുമായ ജോർജ് ഗ്രിഗേഴ്സൺ ലാൽദേദിൻ്റെ വികാസത്തിൻ്റെ ഒരു പകർപ്പ് കമ്മീഷൻ ചെയ്തു. ഇനി ബസവ ആരാധനയെക്കുറിച്ച്, ബസവ കൾട്ടിനെ കുറിച്ചാണ് പറയാനുള്ളത്. ബസവ ഒരു ഹിന്ദുമത പരിഷ്കർത്താവും അധ്യാപകനും ദൈവശാസ്ത്രജ്ഞനും ഖലച്ചൂരി രാജാവായ ബിജ്ജല ഒന്നാമൻ്റെ ഭരണാധികാരിയുമായിരുന്നു. ഹിന്ദു ലിംഗായത വിഭാഗത്തിൻ്റെ പുണ്യഗ്രന്ഥങ്ങളിലൊന്നായ ബസവ പുരാണത്തിലെ പ്രധാനപ്പെട്ട സെക്റ്റാണ് ബസവ. ദക്ഷിണേന്ത്യൻ വാമൊഴി പാരമ്പര്യം അനുസരിച്ച് ലിംഗായത്തുകളുടെ യഥാർത്ഥ സ്ഥാപകൻ അദ്ദേഹമായിരുന്നു. എന്നാൽ കലച്ചൂരി ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം സൂചിപ്പിക്കുന്നത് ഒരു പുതിയ വിഭാഗം സ്ഥാപിക്കുന്നതിന് പകരം അദ്ദേഹം യഥാർത്ഥത്തിൽ നിലവിലുള്ളതിനെ പുനരുജ്ജീവിപ്പിച്ചു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും സിദ്ധാന്തങ്ങളും കന്നഡ ഭാഷയിൽ ഭീമകവി എന്നെഴുതിയ ബസവ പുരാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപനത്തിലൂടെയും ലിംഗായത ഗിൽഡുകളിലേക്ക് ഫണ്ട് വിനിയോഗിച്ചും ലിംഗായത വിഭാഗത്തെ പ്രചരിപ്പിക്കാൻ ബസവ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ, ഒരു പ്രധാനമന്ത്രി, തൻ്റെ പ്രഗത്ഭനായ ബന്ധുവിന് നിയമനം ഉറപ്പാക്കാൻ കോടതിയിൽ തൻ്റെ ആദ്യമായിട്ട് ഉപയോഗിച്ചു. ബസവ ട്രഷറിയുടെ മേധാവിയായി നിയമിക്കപ്പെട്ടു. വർഷങ്ങളോളം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വിഭാഗവും വലിയ ജനപ്രീതി ആസ്വദിച്ചു. എന്നാൽ കോടതിയിലെ മറ്റ് വിഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തിലും അദ്ദേഹത്തിൻ്റെ രക്ഷാകർതൃത്വത്തിന് ലിംഗായത കുറ്റവാളികളുടെ അഭിവൃദ്ധിയിലും എതിർപ്പുള്ളവരായിരുന്നു. അവരുടെ ആരോപണങ്ങളുടെ ഫലമായിട്ട് അദ്ദേഹം രാജ്യം വിട്ട് ഓടിപ്പോയി. താമസിയാതെ അവിടെ നിന്ന് മരിച്ചു. സമ്മേളന നദികളുടെ അധിപൻ എന്ന നിലയിൽ ശിവനോടുള്ള അദ്ദേഹത്തിൻ്റെ കവിത കന്നഡ സാഹിത്യത്തിലും പൊതുവെ ഹിന്ദു ഭക്തി സാഹിത്യത്തിലും വളരെയധികം പ്രചാരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മീയ ശിക്ഷണം, അറിവ് അഥവാ യഥാർത്ഥ അറിവ്, ആചാരം അഥവാ ശരിയായ പെരുമാറ്റം, അനുഭവം അഥവാ ദിവ്യാനുഭവം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അത് 12-ാം നൂറ്റാണ്ടിൽ സാമൂഹികവും മതപരവും സാമ്പത്തികവുമായ വിപ്ലവം കൊണ്ടുവന്നു. ഈ പാത ലിംഗായതുകളുടെ ദൈവവുമായുള്ള ഐക്യം എന്ന സമഗ്രമായ സമീപനത്തെ ബാധിക്കുന്നുണ്ട്. ഈ സമഗ്രമായ ശിക്ഷണം, ഭക്തി, ജ്ഞാനം, പ്രവർത്തനം അഥവാ ക്രിയ എന്നിവയെ നന്നായിട്ട് ഒരുപോലെ സമതുലിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇനി സുൽഹിക്കുൽ അഥവാ യൂണിവേഴ്സൽ പീസ്. സുൽഹിക്കുൽ എന്നത് ഒരു അറബി പദമാണ്. അക്ഷരാർത്ഥത്തിൽ എല്ലാവരുമായും സമാധാനം, സാർവത്രിക സമാധാനം അല്ലെങ്കിൽ സമ്പൂർണ്ണ സമാധാനം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സൂഫി മിസ്റ്റിക് തത്വങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണിത്. ഇന്ത്യയിലെ 3ാമത്തെ മുഗൾ ചക്രവർത്തിയായ അക്ബർ 1586 മുതൽ 1605 വരെ ഭരിച്ചിരുന്നു. അദ്ദേഹം വിവിധ മതങ്ങൾ തമ്മിലുള്ള സമാധാനപരവും യോജിപ്പുള്ളതുമായ ബന്ധത്തെ വിവരിക്കുന്നുണ്ട്. തൻ്റെ സാമ്രാജ്യത്തിലെ വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളെ കൂട്ടിയിണക്കുന്നതിന് വേണ്ടി അദ്ദേഹം പല ശ്രമങ്ങളും നടത്തി. അക്ബർ എല്ലാ മനുഷ്യർക്കുമിടയിൽ ഐക്യവും സമാധാനവും നിർദ്ദേശിച്ചു. ഈ ആശയം സഹിഷ്ണുത മാത്രമല്ല, വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ സൗഹാർദ്ദവും നിലനിർത്താൻ ആവശ്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. നാഗരികത, ബഹുമാനം, വിട്ടുവീഴ്ച എന്നിവയും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അക്ബറിൻ്റെ ഭരണകാലവും ചിലപ്പോൾ അദ്ദേഹത്തിന് ശേഷവും മുഗൾ കൊട്ടാരത്തിലും ഇന്ത്യയിലെ ചില സൂഫി പ്രസ്ഥാനങ്ങളിലും സുൽഹിക്കുൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഈ ഒരു പദം പ്രാഥമികമായി ഉപയോഗിക്കുന്നത് ചരിത്രകാരന്മാരും കലാചരിത്രകാരന്മാരും അതുപോലെ തന്നെ മുഗൾ സംസ്കാരത്തെക്കുറിച്ചും ഇന്ത്യയിലെ സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്നവരുമാണ്. ഇന്റർഫെയ്ത്ത് ഡയലോഗ് മേഖലയിൽ ക്രിയാത്മകമായ ഇടപെടലുകളിൽ സഹിഷ്ണുത ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുൽഹിക്കുൽ എന്ന ആശയത്തിന് പ്രത്യേകമായിട്ട് സാംസ്കാരിക സംഭാഷണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും സാംസ്കാരിക വൈവിധ്യത്തിനും കൂടുതൽ പ്രസക്തിയുണ്ട്. സാർവത്രിക സമാധാനത്തെ വിവരിക്കുന്നതിനാണ് സുൽഹിക്കുൽ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മതവിശ്വാസങ്ങൾ പരിഗണിക്കാതെ എല്ലാവരോടും തുല്യമായ പരസ്പര സഹിഷ്ണുതയും തുല്യ പരിഗണനയും സംബന്ധിച്ച്
സാംസ്കാരിക ബഹുസ്വരതയുടെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന മതപരമായ സംഘർഷങ്ങൾ തുടർന്നുകൊണ്ട് ഈ ചരിത്രപരമായ പദത്തെ ഒരു ആധുനിക ഉപകരണമായി പുനരുജ്ജീവിപ്പിക്കുന്നത് ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു മൾട്ടി കൾച്ചറൽ വർക്ക് ഫോഴ്സിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ മൂർത്തമായ സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ഈ ആശയത്തിൽ സാധ്യതയുണ്ട്. ഇനി ഇബാദത്ത് ഖാനയെ കുറിച്ച് പറയാം. മുഗൾ ചക്രവർത്തിയായ അക്ബർ 1542 മുതൽ 1605 വരെ ഭരിച്ചു. ദൈവശാസ്ത്രജ്ഞരും വിവിധ മതങ്ങളിലെ പ്രൊഫസർമാരും തമ്മിലെ മതപരമായ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും അദ്ദേഹം അവസരങ്ങൾ ഉണ്ടാക്കി. ഈ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ആരാധനാലയം അല്ലെങ്കിൽ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. സമകാലിക ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിർണായക വിജയങ്ങൾക്കും സൈനിക വികാസത്തിനു ശേഷം ചക്രവർത്തി കൂടുതൽ ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സൂഫി സന്യാസി ഖാജ മുഹീദ്ദീൻ ചിസ്തിയുടെ സന്യാസിമാരുമായും ശിഷ്യന്മാരുമായിട്ടും ബന്ധപ്പെടുകയും ചെയ്തു. ബംഗാൾ ഭരണാധികാരിയായ സുൽത്താൻ കിരാനിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അക്ബർ 150 പുണ്യപുരുഷന്മാരോടൊപ്പം അവരുടെ വ്യാഖ്യാനങ്ങൾ ശ്രവിച്ചു. ദൈവശാസ്ത്ര ചർച്ചകളിൽ ശക്തമായ അഭിരുചിയുള്ള സൂഫിയായിട്ടുള്ള ബദാഷനിലെ മിർസ സുലൈമാനെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു. അതിനാൽ ധാരാളം മുസ്ലിം ദൈവശാസ്ത്രജ്ഞരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഡിബേറ്റ് ഹാൾ നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. 1575 തുടക്കത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാനയുടെ നിർമ്മാണം ആരംഭിച്ചു. 1576 കെട്ടിട സമുച്ചയം പൂർത്തിയായി. എല്ലാ വ്യാഴാഴ്ച വൈകുന്നേരവും ചർച്ചകൾ നടന്നു. അത് ചിലപ്പോൾ രാത്രിയിലും തുടർന്നു. ഔദ്യോഗിക മുഗൾ ചരിത്രകാരനായിട്ടുള്ള അബുൽ ഫസൽ പറയുന്നത്, ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സത്യങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യരാശിയുടെ എല്ലാ ആജ്ഞകളും വിഭാഗങ്ങളും ഉണർവ് നേടുന്ന സാധാരണക്കാരും എല്ലാ വിഭാഗങ്ങളുടെയും അന്വേഷണങ്ങളും വിശുദ്ധ മന്ദിരത്തിൻ്റെ പരിസരത്ത് സമ്മേളിക്കുകയും അവരുടെ ആത്മീയ അനുഭവങ്ങളുടെ വിവിധ തലങ്ങളിൽ സത്യാനുഭവങ്ങളിൽ സമ്മേളിക്കുകയും ചെയ്യണമെന്ന് ഒരു പൊതു വിളംബരം പുറപ്പെടുവിച്ചു. ഒരു വർഷത്തിനുള്ളിൽ ചർച്ചകൾ അവസാനിപ്പിച്ചു. എന്നിരുന്നാലും 1578 അവ പുനരാരംഭിച്ചു. ഈ സമയം മുതൽ ഹിന്ദുമതം പോലുള്ള വിവിധ മതങ്ങളിലും വിഭാഗങ്ങളിലും പെട്ട ദൈവശാസ്ത്രജ്ഞരും ബുദ്ധിജീവികളും ഈ ഒരു ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നേച്ചർ ഓഫ് ഡിസ്കഷൻ ആൻഡ് ദർ ഇമ്പാക്റ്റ്. ഈ ചർച്ചകളുടെ എല്ലാം സ്വഭാവവും അവയുടെ സ്വാധീനവുമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. 1570കളുടെ തുടക്കത്തിൽ ഷെയ്ഖ് മുബാറക്കും അദ്ദേഹത്തിൻ്റെ മക്കളായ അബുൽ ഫസലും ഫൈസിയും ചേർന്ന് ഗ്രീക്ക് തത്വചിന്തയിൽ അക്ബറിനെ തുറന്നുകാട്ടി. സൂഫിസത്തിലെ ഇസ്ലാമിൻ്റെ നിഗൂഢവും സന്യാസവുമായ രൂപം ആഴത്തിൽ സ്വാധീനിക്കപ്പെട്ടു. തത്വചിന്തയിൽ അക്ബറിൻ്റെ വർദ്ധിച്ചു വരുന്ന താല്പര്യത്തിൻ്റെയും മതത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെയും അനന്തരഫലമാണിത്. ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൻ്റെയും നിയമശാസ്ത്രത്തിൻ്റെയും വശങ്ങൾ പുനഃപരിശോധിക്കുന്ന പ്രക്രിയ ഇബാദത്ത് ഖാനയിൽ വെച്ച് നടന്നു. ഇതൊരു സുന്നി ഇസ്ലാമിൻ്റെ സമ്മേളനമായിട്ട് ആരംഭിച്ചു. അത് പിന്നീട് ഒരു പാൻ മുസ്ലിം അസംബ്ലി ആയിട്ട് മാറുകയും പിന്നീട് മറ്റു മതങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇബാദത്ത് ഖാനയിലെ ചർച്ചകളുടെ തീമുകൾ കത്തോലിക്ക മതത്തിലും ഇസ്ലാമിലും ദൈവത്തിൻ്റെ സ്വഭാവം, സസ്യാഹാരം അല്ലെങ്കിൽ ബുദ്ധമതത്തിലും ജൈനമതത്തിലും മൃഗങ്ങളോടുള്ള പെരുമാറ്റം, ഏകഭാരിത്വം, ഹിന്ദുമതത്തിലെ പുരാതന തത്വചിന്തകൾ, സ്വരാഷ്ട്രീയത്തിലെ അഗ്നി ആരാധന വരെ ചർച്ചാ വിഷയമായി. 1579 ചക്രവർത്തി ആദ്യത്തെ ജസ്യൂട്ട് മിഷനെ മുഗൾ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ആദ്രിയിലെ പ്രഭുവിൻ്റെ മകനും സൊസൈറ്റിയുടെ 5ാമത്തെ ഫാദർ ജനറലിൻ്റെ അനന്തരവനുമായ ഫാദർ റുഡോൾഫ് അക്വാവിവ ആയിരുന്നു ആ ദൗത്യത്തിൻ്റെ നേതാവ്. അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ടായിരുന്നു. ഫാദർ അന്റോണിയോ ഡി മോൺസറേറ്റ് മുഗൾ കൊട്ടാരത്തിലെ ദൗത്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിവരിച്ച കറ്റാലൻകാരനായ ഫാദർ അന്റോണിയോ ഡി മോൺസറേറ്റ് അവസാനമായി ഒരു വ്യാഖ്യാതാവ് എന്ന നിലയിൽ ഓർമുസിൽ നിന്ന് വിവർത്തനം ചെയ്ത പേർഷ്യൻ ഫ്രാൻസിസ്കോ ഹെൻഡ്രിക്സ്, സ്പെയിനിലെ ഫിലിപ്പ് രണ്ടാമൻ നിയോഗിച്ച പോളിഗ്ലോട്ട് ബൈബിൾ ജസ്യൂട്ടുകൾ ചക്രവർത്തിക്ക് സമ്മാനിച്ചു.
അതിനുശേഷം യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഛായാചിത്രങ്ങൾ ഹാജരാക്കാൻ കൊട്ടാരം കലാകാരന്മാരെ അക്ബർ ചുമതലപ്പെടുത്തി. നഗരത്തിൽ പ്രസംഗിക്കാനും മതപരിവർത്തനം നടത്താനും മിഷണറിമാരെ അനുവദിച്ചു. ചക്രവർത്തി ക്രിസ്ത്യൻ വിശ്വാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. പുരോഹിതന്മാരെ തന്റെ കൊട്ടാരത്തിൽ ഉൾപ്പെടുത്താനുള്ള താല്പര്യത്തിന്റെ പ്രതീകമായിട്ട് പോർച്ചുഗീസ് വസ്ത്രങ്ങളും തൊപ്പികളും ധരിച്ചു. പുരോഹിതന്മാരോടുള്ള ചക്രവർത്തിയുടെ ചായ്വും അവരുടെ ജോലിയുടെ മതരാഷ്ട്രീയ സ്വഭാവവും ചരിത്രകാരനായ ബദൗനുടെയും മുഗൾ കൊട്ടാരത്തിലെ മറ്റ് യാഥാസ്ഥിക പണ്ഡിതന്മാരുടെയും വിമർശനത്തിന് കാരണമായി. കോടതിയിലെ ഈശോ സഭയിലെ പുരോഹിതരുടെ സാന്നിധ്യത്തിന്റെ സ്വാധീനം വിവരിച്ചുകൊണ്ട് ബദൗനി എഴുതുന്നു: യൂറോപ്പിൽ നിന്നുള്ള പദ്രെ എന്ന് വിളിക്കപ്പെടുന്ന, തെറ്റുപറ്റാത്ത തലയുള്ള പാപ്പ എന്ന് വിളിക്കപ്പെടുന്ന, തൽക്കാലം അഭികാമ്യം എന്ന് തോന്നുന്ന മതനിയമങ്ങൾ മാറ്റാൻ കഴിവുള്ള രാജാക്കന്മാർ അവരുടെ അധികാരത്തിന് കീഴടങ്ങേണ്ട സുവിശേഷവും ത്രിത്വത്തിന് വിപുലവുമായ തെളിവുകളും കൊണ്ടുവന്നു. ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ നല്ല ആഭിമുഖ്യത്തിൽ സുവിശേഷം വിവർത്തനം ചെയ്യാൻ അബുൽ ഫസലിനെ ചുമതലപ്പെടുത്തി. പാഴ്സികളുടെ മതമായിട്ടുള്ള സ്വരാഷ്ട്രീയത്തിൽ അക്ബറിന് അതീവ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പേർഷ്യയുമായുള്ള ബന്ധവും മുഗൾ ഓഫീസർമാരെക്കാൾ ഇറാനിനോടുള്ള അദ്ദേഹത്തിന്റെ മുൻഗണനയും അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് കാരണമായിട്ടുണ്ട്. ഇറാന്റെ മതതത്വശാസ്ത്രം 1578 അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഗുജറാത്തിലെ നസൗരിയിൽ നിന്ന് സ്വരാഷ്ട്രീയൻ മതതലവനായിട്ടുള്ള ദാസ്തൂർ മെഹർജി റാണയെ ക്ഷണിച്ചു. പാഴ്സികളുടെ ആചാരങ്ങൾ, ചടങ്ങുകൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് ദാസ്തൂർ അക്ബറിനെ പഠിപ്പിച്ചു. പാഴ്സി നിയമങ്ങൾ പ്രകാരം കൊട്ടാരത്തിൽ അണയാൻ പാടില്ലാത്ത ഒരു പവിത്രമായ തീ കത്തിച്ചു. ചക്രവർത്തിയുടെ മേലുള്ള സ്വരാഷ്ട്രീയൻ സ്വാധീനം സൂര്യാരാധനയിലും അഗ്നി ആരാധനയിലും കാണാം. കലണ്ടറിലെ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും അദ്ദേഹം പേർഷ്യൻ പേരുകൾ സ്വീകരിക്കുകയും പേർഷ്യൻ ഉത്സവങ്ങൾ ആഘോഷിക്കുകയും ചെയ്തു. മാത്രമല്ല, നെറ്റിയിൽ ഹിന്ദു വിഭാഗീയ മുദ്ര പതിപ്പിച്ചാണ് അദ്ദേഹം പൊതുവേദിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. 1582 ചക്രവർത്തി ഹിർവിജയ സൂരി എന്ന ജൈന ചിന്തകനെ ക്ഷണിച്ചു. ചില ദിവസങ്ങളിൽ മൃഗങ്ങളെ കൊല്ലുന്നതിൽ നിരോധിക്കാൻ അദ്ദേഹം ചക്രവർത്തിയെ പ്രേരിപ്പിച്ചു. ജൈനമതത്തിന്റെ തത്വങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട അക്ബർ ചില കാലഘട്ടങ്ങളിൽ മൃഗങ്ങളെ കൊല്ലുന്നത് നിർത്താൻ ഉത്തരവിടുകയും വ്യക്തിപരമായി സസ്യാഹാരത്തിലേക്ക് ചായുകയും ചെയ്തു. സൂര്യക്ക് ലോക അധ്യാപകൻ അല്ലെങ്കിൽ ജഗദ്ഗുരു എന്ന പദവി ലഭിച്ചു. ചില ചരിത്രകാരന്മാർ വാദിക്കുന്നത് ചക്രവർത്തി സ്വീകരിച്ച ജിസിയ, അതായത് അമുസ്ലിങ്ങളുടെ നികുതി നിർത്തലാക്കാൻ ഉൾപ്പെടെയുള്ള നടപടികൾ അമുസ്ലിം പ്രജകൾക്കിടയിൽ നിയമസാധുത നേടുന്നതിന് അവതരിപ്പിക്കാനായിരുന്നു. മാത്രമല്ല, ചർച്ചകൾ മുഗൾ കൊട്ടാരത്തിലെ മുസ്ലിം യാഥാസ്ഥികത്വത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു. അദ്ദേഹം ഷാജഹാന്റെ മൂത്ത മകനായിരുന്നു. ഹൈന്ദവ ഇസ്ലാമിക പാരമ്പര്യങ്ങൾ തമ്മിലുള്ള സാമ്യതകൾ കണ്ടെത്താൻ ശ്രമിച്ച ലിബറൽ മുസ്ലിം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ദാരാ ഷിക്കോവിനെ കുറിച്ച് പറയാം. ഇന്ത്യയിലെ മതാന്തര ധാരണകൾക്കുള്ള അക്കാദമിക് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനായിരുന്നു ആര്? ദാരാ ഷിക്കോ. പ്രധാന മതങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇസ്ലാം, ഹിന്ദുമതം എന്നിവയെക്കുറിച്ച് അദ്ദേഹത്തിന് ആഴത്തിലുള്ള ധാരണയും അറിവുമുണ്ടായിരുന്നു. സൂഫികളുടെ ഖാദിരി ക്രമത്തിന്റെ അനുയായിയും മിയാൻമറിന്റെ ശിഷ്യനുമായതുകൊണ്ട് ഹിന്ദുമതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും നിയുക്ത പാരമ്പര്യങ്ങൾ ഒരേ സത്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് ദാര വിശ്വസിച്ചു. ഇസ്ലാമിക് മിസ്റ്റിക്കലിനൊപ്പം പുരാതന ഇന്ത്യൻ ആത്മീയതയെക്കുറിച്ചുള്ള പഠനത്തിനും ദാരാ ഷിക്കോ വളരെയധികം സംഭാവനകൾ നൽകി. ഇസ്ലാമിക് മിസ്റ്റിക്കലിനൊപ്പം പുരാതന ഇന്ത്യൻ ആത്മീയതയെക്കുറിച്ചുള്ള പഠനത്തിനും അദ്ദേഹം വളരെയധികം സംഭാവനകൾ നൽകി. ഇനി നമുക്ക് മജ്മുഉൽ ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ക്ലാസിക്കൽ ഹിന്ദു, ഇസ്ലാമിക, സൂഫി നിർദ്ദേശങ്ങൾ തമ്മിലുള്ള സാമ്യതകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു രീതിയായിരുന്നു ഇത്. പല മുസ്ലിം സൂഫികളെയും പോലെ അവരുടെ കൂടിച്ചേരൽ മുഗൾ സാമ്രാജ്യത്തിലെ ഹിന്ദുക്കളും മുസ്ലിം പ്രജകളും തമ്മിൽ സൗഹാർദ്ദം കൊണ്ടുവരാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇനി മജ്മുഉൽ ബഹ്റൈനെ കുറിച്ച് നോക്കാം. തൻ്റെ ഇതിഹാസ കൃതിയായിട്ടുള്ള മജ്മുഉൽ ബഹ്റൈൻ എന്ന കൃതിയിൽ
വഹദത്തുൽ വുജൂദ് എന്ന രണ്ട് സ്കൂളുകളും വേദാന്ത തത്വശാസ്ത്രവും തമ്മിലുള്ള യോജിപ്പിൻ്റെ പോയിന്റുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് രണ്ട് സമുദായങ്ങളുടെ കൂടിച്ചേരൽ എന്നാണ് മജ്മുഉൽ ബഹ്റൈൻ എന്നതിൻ്റെ അർത്ഥം. ഈ കൃതിയിൽ ആത്യന്തിക സത്യത്തെക്കുറിച്ചുള്ള വേദ സൂഫി ധാരകൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഐക്യത്തിൻ്റെ ഇസ്ലാമിക ഹിന്ദു സിദ്ധാന്തങ്ങൾ തമ്മിൽ അടിസ്ഥാനപരമായുള്ള സാമ്യം സ്ഥാപിക്കാൻ വേണ്ടി ദാരാ ഷിക്കോ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം 3 പ്രധാന മാലാഖമാരെ, ജിബ്രീൽ, മീകായൽ, ഇസ്രാഫീൽ എന്നിവരെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വര എന്നിവരുമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ദാര വീണ്ടും മാലാഖമാരെ ദേവതയുമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. നിർഗുണത്തോടെയും നിർവികാരത്തോടെയും സമ്പൂർണവും അനിവാര്യവുമായുള്ള സത്ത എന്നാണ് അദ്ദേഹം ദൈവത്തെ ചിത്രീകരിക്കുന്നത്. ഓമിലുള്ള അള്ളാഹു എന്ന പ്രയോഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. മജ്മുഇ അദം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അവതാരത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ അവതാരം എന്ന് പറയുമ്പോൾ ഇസ്ലാമിനും ഹിന്ദു മതത്തിനും ഇടയിലുള്ള സാമ്യതകളെ അദ്ദേഹം എടുത്തു കാണിക്കുന്നു. തൻ്റെ പൂർവ്വപിതാവായ അക്ബറിനെയും സാംസ്കാരിക പിൻഗാമിയായിരുന്ന രാജാറാം മോഹൻ റോയിയെയും പോലെ ദാര ഇജ്തിഹാദിൽ സാഹചര്യം അനുസരിച്ച് വേദങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു. വേദങ്ങളെ വ്യാഖ്യാനിക്കുകയും ഇൽമിന് അല്ലെങ്കിൽ അർത്ഥത്തിന് വേദജ്ഞാനം എന്ന അർത്ഥമുണ്ടെന്നും അഖിൽ അഥവാ അതിനുള്ള കാരണത്തിന് അദ്ദേഹം ഊന്നൽ നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അറബി ഭാഷയിലെ ഇൽമ എന്ന അർത്ഥവും വേദം എന്ന പദവും തുല്യമാണെന്നും രണ്ട് മതങ്ങളിലെയും ആശയങ്ങൾക്കുള്ള സാമ്യതകളെയും അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം വിവിധ മതങ്ങൾക്കിടയിലുള്ള സംഘർഷങ്ങളെ ഒഴിവാക്കി എല്ലാത്തിൻ്റെയും സത്ത ഒന്നിലേക്കാണ് എത്തുന്നത് എന്നുള്ള ഒരു ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ മുക്കലാമ ഇ ബാബലാൽ വ ദാരാ ഷിക്കോ, യോഗ വശിഷ്ഠ, ഭഗവത്ഗീത ആൻഡ് സിറായി അക്ബർ ഇവയെല്ലാം തന്നെ അടിസ്ഥാനപരമായി സംസ്കൃതത്തിൽ നിന്നുള്ള വിവർത്തനങ്ങളായിരുന്നു. ഇന്ത്യൻ ഏകദൈവ വിശ്വാസികളുടെ മതത്തിൻ്റെ തത്വങ്ങൾ അറിയാൻ ആഗ്രഹിച്ച നിഗൂഢമായ അറിവ്, അതായത് ഇൽമി ഇ ബദൈൻ ഉള്ള ഒരു ഫക്കീറായി ദാര സ്വയം ചിത്രീകരിച്ചു. തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം, ഇർഫാൻ അഥവാ ദൈവിക അറിവ് എന്നിവയെക്കുറിച്ചുള്ള അറിവ് അദ്ദേഹം നേടിയെടുത്തു. ഇത് ഉപനിഷത്തിലെ ഏകദൈവ ആരാധനയെ അദ്ദേഹം പര്യവേഷണം നടത്തുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ജഗ് ഭാഷിസ്റ്റ് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത അദ്ദേഹം അടുത്തതായി ഉപനിഷത്തുകൾ പേർഷ്യൻ ഗദ്യത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതിൻ്റെ പേരായിരുന്നു സിർ ഇ അക്ബർ. അസ്തിത്വത്തിൻ്റെ 4 തലങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അവലീം, ആലം ഇ നസൂത്ത് അഥവാ ദിവ്യത്തിൻ്റെ ലോകം, ആലം ഇ മലക്കൂത്ത് അഥവാ അദ്ദേഹം അസ്തിത്വത്തിൻ്റെ തലങ്ങളെ 4 തരംതിരിക്കുന്നുണ്ട്. ആലം ഇ നസൂത്ത് അഥവാ ദ്രവ്യത്തിൻ്റെ ലോകം, ആലം ഇ മലക്കൂത്ത് അഥവാ മലക്കളുടെ ലോകം, ആലം ഇ മിസൽ അഥവാ ആത്മാക്കളുടെ ലോകം, ആലം ഇ ജബറൂത്ത് അഥവാ ദൈവിക ഗുണങ്ങളുടെ ലോകം, ആലം ഇ ലഹൂത്ത് അഥവാ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നിർദ്ദേശിച്ച പുസ്തകമാണ് ഇത് കിതാബുൽ മക്സൂൻ, അതായത് ഒളിപ്പിച്ചിരിക്കുന്ന പുസ്തകം എന്നാണ്. അതായത് ഏകദൈവ വിശ്വാസത്തിൻ്റെ ഒരു നിധിശേഖരം എന്ന രീതിയിലാണ് ഈ ഒരു പുസ്തകം. ഇത് ഏകദൈവ വിശ്വാസത്തെ അദ്ദേഹം ഊന്നി പറയുന്നു. ഇതിൽ ഏകദൈവ വിശ്വാസത്തെ അദ്ദേഹം ഊന്നി പറയുന്നു. മറച്ചു വെക്കേണ്ട രഹസ്യങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഊന്നി പറയുന്നുണ്ട്. അതായത് മറച്ചു വെക്കേണ്ട രഹസ്യങ്ങൾ എന്നാണ് ഉപനഖേത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം. അതായത് ഈ പുസ്തകത്തിൻ്റെ കഴമ്പ് അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അത്തരത്തിലുള്ളതായിരുന്നു. ഇനി റാസ്നാമ എന്താണെന്ന് നോക്കാം. മുഗൾ ചക്രവർത്തിയായ അക്ബർ സ്പോൺസർ ചെയ്ത സംസ്കൃത മഹാഭാരതത്തിൻ്റെ പേർഷ്യൻ ഭാഷയിലേക്കുള്ള വിവർത്തനമാണ് റാസ്നാമ, അതായത് യുദ്ധത്തിൻ്റെ പുസ്തകം. വിവർത്തനത്തിലെ മഹാഭാരതത്തിലെ 18 പുസ്തകങ്ങളും അതിൻ്റെ അനുബന്ധവും അടങ്ങിയിട്ടുണ്ട്.
വിവർത്തനം പ്രാഥമികമായിട്ട് സംസ്കൃത മഹാഭാരതത്തിൻ്റെ ദേവനാഗരി പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് അതിൻ്റെ വടക്കൻ വിവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 1587 അക്ബർ തൻ്റെ വസീറായിട്ടുള്ള അബുൽ ഫസൽ ഇബ്നു മുബാറക്കിന് റാസ്നാമയ്ക്ക് ഒരു ആമുഖം നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തി. അബുൽ ഫസലിൻ്റെ ആമുഖത്തിൽ വിവർത്തനം ആരംഭിക്കാൻ അക്ബറിനെ പ്രേരിപ്പിച്ച കാരണങ്ങളുടെ ഒരു ലിസ്റ്റ് അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ശ്രദ്ധേയമായുള്ള ചരിത്ര മൂല്യങ്ങളുള്ളവയായിരുന്നു. സാമ്രാജ്യത്തിൻ്റെയും ഉപസാമ്രാജ്യത്തിൻ്റെയും കൈയെഴുത്ത് പ്രതികളിൽ റാസ്നാമ ഗംഭീരമായിട്ട് ചിത്രീകരിച്ചു. ഈ വിവർത്തനം അതിസാഹസികമായിട്ട് പകർത്തി ദക്ഷിണേന്ത്യയിലും യൂറോപ്പിലുടനീളമുള്ള നൂറുകണക്കിന് ഇതിൻ്റെ കൈയെഴുത്ത് പ്രതികൾ ദക്ഷിണേന്ത്യയിലും യൂറോപ്പിലുടനീളം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇനി കൾച്ചറൽ കോൺഫ്ലുവൻസ് ഇൻ ഇൻഡോ ഇസ്ലാമിക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് പെയിൻറ്റിങ്സ്. അതായത് ഇൻഡോ ഇസ്ലാമിക കാലഘട്ടങ്ങളിലെ സാംസ്കാരിക വാസ്തുവിദ്യ ചിത്രകലാ സംഗമത്തെക്കുറിച്ചാണ് പറയുന്നത്. 7-8 നൂറ്റാണ്ടുകളിൽ ഇസ്ലാം സ്പെയിനിലേക്കും ഇന്ത്യയിലേക്കും വ്യാപിച്ചു. ഇസ്ലാം ഇന്ത്യയിൽ വന്നത് പ്രത്യേകിച്ചും വ്യാപാരികൾ, വിശുദ്ധ മനുഷ്യർ എന്നിവരിലൂടെയായിരുന്നു. 600 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാം മതം വ്യാപിച്ചു. 8-ാം നൂറ്റാണ്ടോടുകൂടി മുസ്ലിങ്ങൾ സിന്ധ്, ഗുജറാത്ത് എന്നിവയിൽ നിർമ്മാണം ആരംഭിച്ചിരുന്നുവെങ്കിലും 13-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് തുർക്കി രാഷ്ട്രം ഉത്തരേന്ത്യയെ തുർക്കി കീഴടക്കിയ ശേഷം 13-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത്. ഈ കുടിയേറ്റങ്ങളുടെയും അധിനിവേശങ്ങളുടെയും ശ്രദ്ധേയമായുള്ള ഒരു വശം മുസ്ലിങ്ങൾ പ്രാദേശിക സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പല സവിശേഷതകളും ഉൾക്കൊള്ളുകയും അവയെ അവരുടെ സ്വന്തം വാസ്തുവിദ്യാ സവിശേഷതയുമായി സംയോജിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ വാസ്തുവിദ്യാ മേഖലയിൽ വാസ്തുവിദ്യാ ഘടകങ്ങളുടെ സ്വീകാര്യത, തിരസ്കരണം അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ എന്നിവയുടെ നിരന്തരമായ ഇടപെടലുകളിലൂടെ നിരവധി ഘടനാപരമായ സാങ്കേതികതകൾ, ശൈലീകൃത രൂപങ്ങൾ, ഉപരിതല അലങ്കാരങ്ങൾ എന്നിവയുടെ ഒരു സംഗമമുണ്ടായി. ഈ വാസ്തുവിദ്യാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം ശൈലികൾ പ്രദർശിപ്പിക്കുന്ന വിഭാഗങ്ങൾ ഇൻഡോ സാസനിക് അല്ലെങ്കിൽ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 12-ാം നൂറ്റാണ്ടോടുകൂടി മഹത്തായ ക്രമീകരണങ്ങളിലെ സ്മാരക നിർമ്മാണത്തെക്കുറിച്ച് ഇന്ത്യ ഇതിനകം പരിചിതമായി. ട്രാബിയേഷൻ, തിരശ്ചീന ബീമുകളോ ലിൻഡുകളോ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തതോ നിർമ്മിച്ചതോ ആയിട്ടുള്ള ബ്രാക്കറ്റുകൾ, പരന്ന മേൽക്കൂരയോ ചെറിയ ആഴം കുറഞ്ഞ താഴികക്കുടങ്ങളോ പിന്തുണയ്ക്കുന്ന ഒന്നിലധികം തൂണുകൾ എന്നിവ പോലുള്ള ചില സാങ്കേതിക വിദ്യകളും അലങ്കാരങ്ങളും പ്രചാരത്തിലുണ്ടായിരുന്നു. ആദ്യകാല നിർമ്മാണങ്ങളിലെ കമാനങ്ങൾ മരത്തിലും കല്ലിലും രൂപപ്പെടുത്തിയതായിരുന്നു. മാത്രമല്ല താഴികക്കുടങ്ങളുടെ മുകളിലെ ഘടനയുടെ ഭാരം താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അത്തരം കമാനങ്ങൾ ഇന്റർലോക്ക് ബ്ലോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുകയും ക്ലീസ്റ്റോണുകൾ ഘടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി എന്തൊക്കെ സ്റ്റൈലുകളായിരുന്നു ഉണ്ടായിരുന്നത്? കാറ്റഗറീസ് ഓഫ് സ്റ്റൈൽസ്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയെക്കുറിച്ചുള്ള പഠനം പരമ്പരാഗതമായി വിവിധ രീതികളിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വരുന്നത് ഇമ്പീരിയൽ സ്റ്റൈൽ, അതായത് ഡൽഹി സുൽത്താനേറ്റ് ഭരണാധികാരികളുടെ കീഴിലുള്ള ഇമ്പീരിയൽ സ്റ്റൈൽ. അടുത്തത് പ്രൊവിഷണൽ സ്റ്റൈൽ, അതായത് മണ്ഡു, ഗുജറാത്ത്, ബംഗാൾ, ജൗൻപൂർ എന്നിവിടങ്ങളിലുള്ള സ്റ്റൈല്. ദെൻ ഡെക്കാനി സ്റ്റൈൽ, ബിജാപൂർ ആൻഡ് ഗോൽക്കൊണ്ട മേഖലയിൽ ഉണ്ടായിരുന്ന സ്റ്റൈല്. മുഗൾ സ്റ്റൈൽ, ഡൽഹി, ആഗ്ര ആൻഡ് ലാഹോർ മേഖലയിൽ ഉണ്ടായിരുന്നത് വാസ്തുവിദ്യാ രീതികൾ. പ്രവിശ്യ ശൈലികളിൽ ബംഗാളിലെയും ജൗൻപൂരിലെയും വാസ്തുവിദ്യ വ്യത്യസ്തമായിട്ട് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു.
തോരണങ്ങൾ, മിഹ്റാബുകളിലെ ലിൻഡലുകൾ, മണിയുടെയും ചെയിൻ രൂപങ്ങളുടെയും കൊത്തുപണികൾ, ശവകുടീരങ്ങൾ, പള്ളികൾ, ദർഗകൾ എന്നിവയ്ക്കായി മരങ്ങളെ ചിത്രീകരിക്കുന്ന കൊത്തുപണികൾ തുടങ്ങിയ പ്രാദേശിക ക്ഷേത്ര പാരമ്പര്യങ്ങളിൽ നിന്ന് കടമെടുത്ത ഘടകങ്ങൾ ഗുജറാത്തിൻ്റെ സവിശേഷതയായിരുന്നു. സർഗേജിലെ ഷെയ്ഖ് അഹമ്മദ് ഗട്ടുവിൻ്റെ 15-ാം നൂറ്റാണ്ടിലെ വെള്ള മാർബിൾ ദർഗ പ്രവിശ്യ ശൈലിയുടെ ഒരു മികച്ച ഉദാഹരണമാണ്. ഇത് മുഗൾ ശവകുടീരങ്ങളുടെ രൂപങ്ങളെയും അലങ്കാരങ്ങളെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി ഡെക്കറേറ്റീവ് ഫോംസ്. എന്തൊക്കെയായിരുന്നു അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നത്? ഈ രൂപങ്ങളിൽ സ്റ്റോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്ററുകളിൽ രൂപകൽപ്പന ചെയ്തിരുന്നു. ഡിസൈനുകൾ ഒന്നുകിൽ പ്ലെയിനായി അല്ലെങ്കിൽ നിറങ്ങൾ കൊണ്ട് മൂടിയിരിക്കും. മോട്ടിഫുകളും കല്ലുകളിൽ വരച്ചതോ കൊത്തിയതോ ആയിരുന്നു. ഈ രൂപങ്ങളിൽ ഉപഭൂഖണ്ഡത്തിൽ നിന്നും പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുമുള്ള പൂക്കൾ, പ്രത്യേകിച്ച് ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൂക്കൾ ഉൾപ്പെടുത്തി. കമാനങ്ങളുടെ അകത്ത് വളവുകളിൽ താമരപ്പാലത്തിൻ്റെ അരികുകൾ വളരെ പ്രയോജനപ്രദമായിട്ട് അലങ്കരിച്ചു. ചുവരുകൾ സൈപ്രസ്, ചിനാർ, മറ്റു മരങ്ങൾ എന്നിവയാൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. തുണിത്തരങ്ങളിലും പരവതാനികളിലും സീലിംഗ് അലങ്കരിക്കുന്ന പൂക്കളുടെ പല സങ്കീർണ രൂപകൽപ്പനയും കാണാവുന്നതാണ്. 14, 15, 16 നൂറ്റാണ്ടുകളിൽ ഭിത്തികൾക്കും താഴികക്കുടങ്ങൾക്കും ഉപരിതലത്തിൽ ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നീല, ടർക്കോയ്സ്, പച്ച, മഞ്ഞ എന്നിവയായിരുന്നു ഇഷ്ടപ്പെട്ട നിറങ്ങൾ. തുടർന്ന് മൊസൈക്ക് ഡിസൈനുകൾ, പിയട്ര ഡ്യൂറ, അതായത് കട്ട് ആൻഡ് ഫിറ്റ് ടെക്നിക് എന്നിവയുടെ സാങ്കേതിക വിദ്യകൾ ഉപരിതല അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചു. പ്രത്യേകിച്ച് ചുവരുകളിലെ ഡോഡോ പാനലുകളിൽ ഉപയോഗിക്കപ്പെട്ടു. ചില സമയങ്ങളിൽ ലാപ്പിസ് ലസൂലി, അതായത് ഒരുതരം നീലക്കല്ലാണ് ലാപ്പിസ് ലസൂലി, ആന്തരിക ഭിത്തികളിലോ മേലാപ്പുകളിലോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അറബിക് സ്ക്രോളിങ്ങിൻ്റെയും ഇന്റർലേസിംഗ് ഇലകളുടെയും താളാത്മകമായിട്ടുള്ള രേഖീയ പാറ്റേണുകളെ അടിസ്ഥാനമാക്കിയുള്ള ഉപരിതല അലങ്കാരങ്ങൾ, ടെൻഡ്രലുകൾ, കാലിഗ്രാഫി, ജാലിസ് അഥവാ സുഷിരങ്ങളുള്ള കല്ല്, അതാണ് ജാലിസ്, ലാറ്റിസ് സ്ക്രീൻ മുതലായവ അലങ്കാര സൃഷ്ടികളായിരുന്നു. ഇനി കൺസ്ട്രക്റ്റിംഗ് മെറ്റീരിയൽസ്. എന്തൊക്കെയായിരുന്നു നിർമ്മാണ സാമഗ്രികൾ എന്ന് പറഞ്ഞാൽ, എല്ലാ കെട്ടിടങ്ങളിലെയും ഭിത്തികൾ വളരെ കട്ടിയുള്ളതായിരുന്നു. അവ മിക്കവാറും അവശിഷ്ടങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അവ എളുപ്പത്തിൽ ലഭ്യമായിരുന്നു. ഈ ഭിത്തികൾ പിന്നീട് ചുണ്ണാമ്പ് കല്ല് ഉപയോഗിച്ച് പൊതിഞ്ഞു. അതിന് നിർമ്മാണത്തിന് വേണ്ടി അതിശയകരമായിട്ടുള്ള കല്ലുകളെ ഉപയോഗപ്പെടുത്തി. ക്വാഡ്സൈറ്റ്, മണൽക്കല്ല്, ബഫുകൾ, മാർബിളുകൾ മുതലായവ പോളിക്രോം ടൈലുകളും മതിലുകൾ പൂർത്തിയാക്കാൻ വളരെയധികം പ്രയോജനപ്പെടുത്തി. 17-ാം നൂറ്റാണ്ട് മുതൽ ഇഷ്ടികകളും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു. ഈ ഘട്ടത്തിൽ പ്രാദേശിക വസ്തുക്കളെ കൂടുതൽ ആശ്രയിക്കേണ്ടി വന്നു. ഇനി കോട്ടകളെക്കുറിച്ച് നോക്കാം. ഒരു രാജാവിൻ്റെ അധികാരസ്ഥാനത്തെ പ്രതീകപ്പെടുത്തുന്ന മധ്യകാലഘട്ടത്തിൻ്റെ സ്മാരക കോട്ടകൾ പ്രധാനപ്പെട്ടതാണ്. ഒരു രാജാവിൻ്റെ അധികാരസ്ഥാനത്തെ പ്രതീകപ്പെടുത്തുന്നതിൽ മധ്യകാലഘട്ടത്തിലെ കോട്ടകൾക്ക് വളരെയധികം സ്ഥാനമുണ്ട്. ഒരു പതിവ് സവിശേഷതയാണിത്. അത്തരമൊരു കോട്ട ആക്രമണകാരിയായ സൈന്യം പിടിച്ചെടുത്തപ്പോൾ പരാജയപ്പെട്ട ഭരണാധികാരിക്ക് ഒന്നുകിൽ തൻ്റെ പൂർണ്ണമായ അധികാരമോ പരമാധികാരമോ നഷ്ടപ്പെട്ടു. വിജയിയായ രാജാവിൻ്റെ ആധിപത്യം അദ്ദേഹത്തിന് സ്വീകരിക്കേണ്ടി വന്നു. കമാൻഡിംഗ് ഉയരങ്ങൾ കോട്ടകൾ നിർമ്മിക്കുന്നതിന് വളരെയധികം പ്രയോജനപ്പെടുത്തി. ഗോൽക്കൊണ്ടയിലെ പോലെ ബാഹ്യമതിലുകളുടെ കേന്ദ്രീകൃത വൃത്തങ്ങളായിരുന്നു മറ്റൊരു സവിശേഷത. ശത്രുവിന് അകത്ത് കയറുന്നതിന് മുമ്പ് എല്ലാ ഘട്ടങ്ങളിലും ഈ വൃത്തങ്ങളെല്ലാം ലംഘിക്കേണ്ടിയിരുന്നു. ചിറ്റോർ കോട്ട, രാജസ്ഥാനിലെ ചിറ്റോർ കോട്ട, മധ്യപ്രദേശിലെ ഗ്വാളിയോർ, മഹാരാഷ്ട്രയിലെ ദൗലതാബാദ് അഥവാ ദേവഗിരി കോട്ട, ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട എന്നിവയാണ് പ്രശസ്തമായിട്ടുള്ള ചില കോട്ടകൾ. ഡൽഹിയിലെ ചെങ്കോട്ട, യുപിയിലെ ആഗ്ര ഫോർട്ട് എന്നിവയും പ്രധാനപ്പെട്ടവയാണ്. ചിറ്റോഗഡ് കോട്ട ഏഷ്യയിലെ ഏറ്റവും വലിയ കോട്ടയാണ്. ഇത് അധികാരത്തിൻ്റെ ഇരിപ്പിടമായിട്ട് ഏറ്റവും കൂടുതൽ കാലം കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി മിനാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ
സ്തംഭത്തിൻ്റെ അല്ലെങ്കിൽ ഗോപുരത്തിൻ്റെ മറ്റൊരു രൂപമായിരുന്നു മിനാരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു. മധ്യകാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മിനാരങ്ങൾ ഡൽഹിയിലെ കുതുബ് മിനാറും ദൗലതാബാദിലെ ചാന്ദ് മിനാറുമാണ്. ഇതിൻ്റെ ഉപയോഗം ആസാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ളതായിരുന്നു. എന്നിരുന്നാലും അതിൻ്റെ അസാധാരണമായ ഉയരം ഭരണാധികാരികളുടെ ശക്തിയെയും അവരുടെ കീർത്തിയെയും കാണിക്കുന്നുണ്ട്. കുതുബ് മിനാറിനെ കുറിച്ച് പറയാം. 13-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. മിനാരം സ്ഥിതി ചെയ്യുന്ന കുതുബ് സമുച്ചയം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ്. കുതുബ്ദീൻ ഐബക്ക് ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് മിനാരത്തിൻ്റെ താഴത്തെ നിലയുടെ നിർമ്മാണം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഇൽത്തുമിഷ് 3 നിലകൾ കൂടി ചേർത്ത് അത് പൂർത്തിയാക്കി. എന്നിരുന്നാലും ഫിറോസ് ഷാ തുഗ്ലക്ക് ഇടിമിന്നലിൽ തകർന്ന മുകളിലത്തെ നിലയ്ക്ക് പകരം ഒരു നില കൂടി കൂട്ടിച്ചേർത്തു. ബഹുഭുജവും വൃത്താകൃതിയുമുള്ള ഒരു മിശ്രിതമാണ് മിനാരം. മുകളിലത്തെ നിലകളിൽ മാർബിൾ ഉപയോഗിച്ചുള്ള ചുവന്ന കല്ലുകളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഉയർന്ന അലങ്കാര ബാൽക്കണികളും ഹോളിയേറ്റഡ് ഡിസൈനുകളിലുമായിട്ട് ഇഴചേർന്ന ലിഖിതങ്ങളുടെ ബാൻഡുകളും ഇതിൻ്റെ സവിശേഷതയാണ്. ഇനി ചാന്ദ് മിനാറിനെ കുറിച്ച് പറയുമ്പോൾ ചാന്ദ് മിനാർ എന്താണെന്ന് നോക്കാം. 15-ാം നൂറ്റാണ്ടിലെ അലാവുദ്ദീൻ ബമ്മണിയാണ് ഇത് നിർമ്മിച്ചത്. 210 അടി ഉയരമുള്ള ഏകദേശം 30 മീറ്റർ അടി ഉയരമുള്ള ടേപ്പറിംഗ് ടവറാണ് ഇത്. 4 നിലകളിലായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. എൻഗാസ്റ്റിക് ടൈൽ വർക്കിലും ഖുറാൻ വാക്യങ്ങളുടെ ബോൾഡ് ബാൻഡിലും ഷെവ്രോൺ പാറ്റേണിങ്ങിനെ കുറിച്ച് അതിൻ്റെ മുൻഭാഗത്ത് ഷെവ്രോൺ പാറ്റേണിനെ കുറിച്ച് അതിൻ്റെ മുൻഭാഗം പ്രതിനിധീകരിച്ചിരുന്നു. ഇത് ഒരു ഇറാനിയൻ സ്മാരകം പോലെ ആണെങ്കിലും ഡൽഹിയിൽ നിന്നും ഇറാനിൽ നിന്നുള്ള പ്രാദേശിക വാസ്തുശില്പികളുടെ സംയുക്ത കരകൗശലമായിരുന്നു ഈ ചാന്ദ് മിനാർ. ഇനി ടോംസിനെ കുറിച്ച് നോക്കാം. അതായത് ശവകുടീരങ്ങൾ. ഭരണാധികാരികളുടെയും രാജകുടുംബത്തിൻ്റെയും ശവകുടീരങ്ങൾക്ക് മുകളിലുള്ള സ്മാരക ഘടനകൾ മധ്യകാല ഇന്ത്യയിലെ ഒരു ജനപ്രിയ സവിശേഷതയായിരുന്നു. ഗിയാസുദ്ദീൻ തുഗ്ലക്ക്, ഹുമയൂണ്, അബ്ദുൽ റഹീം ഖാനി ഖാൻ, അക്ബർ, ഇത്തിമാദുദ്ദൗള എന്നിവരുടെ ശവകുടീരങ്ങൾ ഇതിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. ന്യായവിധി നാളിൽ യഥാർത്ഥ വിശ്വാസികളുടെ പ്രതിഫലമെന്ന നിലയിൽ ശാശ്വതമായ സ്വർഗമായിരുന്നു ശവകുടീരത്തിന് പിന്നിലുള്ള ആശയം. ഇത് ശവകുടീരങ്ങൾക്കായുള്ള പറുദീസ എന്ന രീതിയിലായിരുന്നു. ഭിത്തികളിൽ ഖുർആൻ വാക്യങ്ങൾ അവതരിപ്പിക്കുന്നത് മുതൽ ശവകുടീരം പിന്നീട് താജ്മഹലിൻ്റെ കാര്യത്തിലെന്ന പോലെ പൂന്തോട്ടം അല്ലെങ്കിൽ ഒരു ജലാശയത്തിന് സമീപം അല്ലെങ്കിൽ രണ്ടും പോലെയുള്ള പറുദീസ ഘടകങ്ങൾ ഉപയോഗിച്ച് അതിനെ കൂടുതൽ മോടി പിടിപ്പിച്ചു. അടുത്ത ലോകത്തിൽ സമാധാനവും സന്തോഷവും സൂചിപ്പിക്കാൻ മാത്രമല്ല അടുത്ത ലോകത്തിലുണ്ടാകുന്ന സമാധാനവും സന്തോഷവും സൂചിപ്പിക്കാൻ മാത്രമല്ല അവിടെ അടക്കം ചെയ്യപ്പെട്ട വ്യക്തിയുടെ മഹത്വവും ശക്തിയും പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണിത്. ഇനി ആഗ്രയിലെ താജ്മഹൽ. ഷാജഹാൻ തൻ്റെ മരണപ്പെട്ട ഭാര്യ മുംതാസ് മഹലിൻ്റെ ശവകുടീരമായിട്ട് ആഗ്രയിലെ താജ്മഹൽ നിർമ്മിച്ചു. 1632 കമ്മീഷൻ ചെയ്ത ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. മധ്യകാല ഇന്ത്യയിലെ പരിണാമ വാസ്തുവിദ്യാ പ്രക്രിയയുടെ അഗ്രഗണ്യമായിരുന്നു ഇത് താജ്മഹൽ എന്ന് പറഞ്ഞാൽ. താജ് സമുച്ചയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു സ്മാരക ചുവന്ന മണൽക്കല്ല് ഗേറ്റ്വേയിലൂടെയാണ്. അതിൻ്റെ ഉദ്ഘാടന കമാനം ശവകുടീരത്തെ മനോഹരമായിട്ട് ഫ്രെയിം ചെയ്യുന്നുണ്ട്. ചഹാർ ബാഗിൽ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലെ ശവകുടീരം സ്ഥാപിച്ചിട്ടുണ്ട്. പാതകളും ജലപാതകളും കുളങ്ങളും ജലധാരകളും കൊണ്ട് ഇടകലർന്നിട്ടുണ്ട്. അതായത് യമുന നദീതീരത്തെ പ്രയോജനപ്പെടുത്തുന്നതിന് മധ്യഭാഗത്ത് നിന്ന്
യമുന നദീതീരത്തെ പ്രയോജനപ്പെടുത്തുന്നതിന് മധ്യഭാഗത്തിന് പകരം ബാഗിൻ്റെ വടക്കേ അറ്റത്താണ് ഈ ഒരു ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത്. ബാഗിലൂടെയുള്ള നേരായ പാത ശവകുടീരത്തിൻ്റെ സ്തംഭങ്ങളിൽ എത്തി നിൽക്കുന്നു. ടെറസിൻ്റെ മൂലകളിൽ 132 അടി ഉയരമുള്ള 4 മിനാരങ്ങളുണ്ട്. കെട്ടിടത്തിൻ്റെ പ്രധാന ബോഡിക്ക് മുകളിൽ ഒരു ഡ്രമ്മും ഒരു താഴികക്കുടവും 4 കപ്പോളകളും മനോഹരമായ ആകാശരേഖയും രേഖപ്പെടുത്തുന്നു. വെളുത്ത മാർബിൾ മുഖമുള്ള ശവകുടീരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ചുവന്ന മണൽക്കല്ല് പള്ളിയും കിഴക്ക് സമാനമായ ഒരു നിർമ്മാണവും ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. രാജസ്ഥാനിലെ മക്രാന മൈൻസിൽ നിന്നാണ് കെട്ടിടത്തിനുള്ള മാർബിളുകൾ ഖനനം ചെയ്തത്. ശവകുടീരത്തിൻ്റെ ആന്തരിക ക്രമീകരണം താഴെയുള്ള ഒരു ക്രിപ്റ്റും ഒരു കമാനവും അഷ്ടഭുജാകൃതിയിലുള്ളതുമായ ഒരു ശവകുടീര അറയും ഓരോ കോണിലും ഒരു മുറിയും എല്ലാം ഇടനാഴികളാൽ ബന്ധിപ്പിച്ചതാണ്. കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെളിച്ചം ലഭിക്കുന്നത് കൊത്തുപണികളുള്ളതും സുഷിരങ്ങളുള്ളതുമായ ജാസിലുകൾ വഴിയാണ്. ഇത് അകത്തളങ്ങളിലെ കമാനാകൃതിയിലുള്ള ഇടവേളകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. താജ്മഹലിൻ്റെ അകത്തും പുറത്തുമുള്ള പ്രതലങ്ങളിൽ 4 തരം അലങ്കാരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവ കല്ല് കൊത്തുപണികളാണ്. ചുവരുകളിൽ ഉയർന്നതും താഴ്ന്നതുമായ റിലീഫിൽ ജയിലുകളിലേക്കും മനോഹരമായ വോള്യത്തിലേക്കും മാർബിൾ കൊത്തുപണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചുവരുകളിലും ശവകുടീരങ്ങളിലും പിയത്ര ഡ്യൂറ ഉപയോഗിച്ച് അറബിക് രൂപകൽപ്പനയും ടെസല്ലേഷനോട് കൂടിയ ജാമിതീയ രൂപകൽപ്പനയും കാണാൻ പറ്റും. ഖുർആൻ വാക്യങ്ങൾ ഏകീകരിക്കാൻ വെളുത്ത മാർബിളിൽ ജാസ്പർ കൊത്തുപണികളോടെയാണ് കാലിഗ്രാഫി കല ഉപയോഗിക്കുന്നത്. ഇനി ഗോൽ ഗുംബസിനെ കുറിച്ച് പറയാം. കർണാടകയിലെ ബിജാപൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബിജാപൂരിലെ ആദിൽ ഷാഹി രാജവംശത്തിൻ്റെ 7ാമത്തെ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീരമാണിത്. ഭരണാധികാരി സ്വയം പണി കഴിപ്പിച്ച എന്നാൽ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഒരു കെട്ടിടമാണിത്. കവാടം, നഖർഖാന, മസ്ജിദ്, സരായ് എന്നിങ്ങനെയുള്ള സങ്കീർണമായ ഒരു കെട്ടിടമാണ് ഈ ഒരു ശവകുടീരം. ഒരു ചതുരാകൃതിയിലുള്ള കെട്ടിടമാണിത്. അതിനു മുകളിൽ വൃത്താകൃതിയിലുള്ള ഡ്രം ഉണ്ട്. അതിനു മുകളിൽ ഗംഭീരമായ ഒരു താഴികക്കുടമുണ്ട്. ഈ കെട്ടിടത്തിന് അതിൻ്റെ നാമകരണം നൽകുന്നത് ഈ ഒരു പേരിൽ നിന്നാണ്. ഇരുണ്ട ചാരനിറത്തിലുള്ള ബസാൾട്ടും അലങ്കരിച്ച പാസ്റ്റർ വർക്കുമാണ് ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഗോൽ ഗുംബസിൻ്റെ താഴികക്കുടം ലോകത്തിലെ 2ാമത്തെ വലിയ താഴികക്കുടമാണ്. കെട്ടിടത്തിന് അതിശയകരമായ ശബ്ദ സംവിധാനമുണ്ട്. താഴികക്കുടത്തിൻ്റെ ഡ്രമ്മിനൊപ്പം ശബ്ദങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു വിസ്പറിംഗ് ഗാലറിയുണ്ട്. കെട്ടിടത്തിന് അതിശയകരമായ ഒരു മധ്യകാല ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി ശൈലികളുടെ മികച്ച സംയോജനമാണിത് ഗോൽ ഗുംബസ്. താഴികക്കുടം, കമാനങ്ങൾ, ജാമിതീയ അനുപാതങ്ങൾ, ചുമക്കുന്ന വിവിധ സാങ്കേതികതകൾ എന്നിവയുടെ ഘടനാപരമായ പ്രത്യേകതകൾ, തിമൂറിഡ് പേർഷ്യൻ ശൈലികൾ എന്നിവയുടെ മിശ്രിതമാണ് ഈ ഒരു വാസ്തുവിദ്യാ ശൈലി. മാത്രമല്ല ഡെക്കാനിൽ പ്രചാരത്തിലുള്ള മറ്റ് അലങ്കാരങ്ങളും ഈ ഒരു വാസ്തുവിദ്യയിൽ കാണാൻ പറ്റും. ഇനി സറായിസിനെ കുറിച്ച് നോക്കാം. ലളിതമായ ചതുരത്തിലോ ദീർഘചതുരാകൃതിയിലോ ആണ് സറായികൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യൻ വിദേശയാത്രക്കാർ, തീർത്ഥാടകർ, വ്യാപാരികൾ എന്നിവർക്ക് വേണ്ടി താൽക്കാലികമായി താമസ സൗകര്യം നൽകുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു ഈ സറായികൾ എന്ന് പറഞ്ഞാൽ. വൈവിധ്യമാർന്ന സാംസ്കാരിക പശ്ചാത്തലമുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞ പ്രദേശമാണിത്. ഇത് അക്കാലത്തെ സാംസ്കാരിക സ്വഭാവങ്ങളിലും ആളുകളുടെ തലങ്ങളിലും ധാരാളം സ്വാധീനം ചെലുത്തിയ ഒരു കെട്ടിടമായിരുന്നു.
അതായത് വിവിധ ഭാഗത്തു നിന്നുള്ള വിവിധ കൾച്ചറിലുള്ള ആൾക്കാർ കൾച്ചറൽ ഇൻട്രാക്ഷൻ നടക്കുകയും ഇത് സാംസ്കാരിക സമന്വയത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ മൊഡ്യൂള് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ആഫ്റ്റർ ദ ഐഡിയ ഓഫ് ഇനി മൂന്നാമത്തെ മൊഡ്യൂള് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ആഫ്റ്റർ ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.